രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് നേരിട്ട് കിടക്കുകയാണ്. നാരായണീയം 5ാമത്തെ ശ്ലോകത്തിലേക്ക് സ്വാഗതം. എല്ലാ തിങ്കളാഴ്ചയും നിങ്ങൾക്ക് 3 മണിയാകുമ്പോൾ നാരായണീയം കിട്ടും. ബാക്കിയുള്ളതിന് പ്ലേലിസ്റ്റ് എടുത്താൽ മതി. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് നാരായണീയം പാടിത്തരുന്നത് കാസർഗോട്ടുള്ള കല ടീച്ചറാണ്. കല ടീച്ചർ ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ ഏതോ ഹാപ്പിനെസ് പ്രോഗ്രാമിൻ്റെയൊക്കെ ടീച്ചറാണ്. അപ്പോൾ കല ടീച്ചർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം നമോ നാരായണായ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കീ ജയ്. നമ്മുടെ ദൈവൻ രാധാറാണി കീ ജയ്. സർവ്വ ഐശ്വര്യങ്ങളും നൽകി പാപങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മ കീ ജയ്. അപ്പോ നമ്മുടെ കല ടീച്ചർ പാടുന്നത് കേട്ടോളൂ. നിർവ്യാപാരോപി നിഷ്കാരണമജ ഭജസേ യത്ക്രിയാമീക്ഷണാഖ്യാം തേനൈവോദേതി ലീനാ പ്രകൃതിരസതി കൽപാപി കൽപാദികാലേ തസ്യാ സംശുദ്ധമംശം കമപി തമതിരോധായകം സത്വരൂപം. സ ത്വാം ധൃത്വാധഘവധാസി സ്വമഹിമ വിഭാവകുണ്ഠം വൈകുണ്ഠരൂപം. അപ്പോൾ നമ്മുടെ കാസർഗോട്ടുള്ള കല ടീച്ചർ വളരെ മനോഹരമായിട്ട് അത് പാടിത്തന്നത് കേട്ടല്ലോ. ഇനി ഞാനിത് വായിക്കാം, ശ്രദ്ധിച്ചു കേട്ടോളണം. നിർവ്യാപാരോ. ഈ വാക്കുകളൊന്നും കേട്ട് പേടിക്കണ്ട, ഞാനല്ലേ ഇരിക്കുന്നത്, നല്ല വ്യക്തമാക്കി തരാം. നിർവ്യാപാരോ അപി നിഷ്കാരണമച ഭജസേയത് ക്രിയാമീക്ഷണാഖ്യാം. ഉണ്ടോ? അപ്പോൾ ഒന്നും കൂടെ നോക്കേ. നിർവ്യാപാരോ അഭി നിഷ്കാരണമജ ഭജസേ യത് ക്രിയാമീക്ഷണാഖ്യാം തേനൈവോദേതി. തേനൈവോദേതി. തേനൈവ അധികം ഉദതിയാണ്, ചേർത്ത് പറയുമ്പോൾ തേനൈവോദേതി ലീന
പ്രകൃതി രസതി കൽപ്പാതി കാലേ തസ്യ. അമ്മമാർക്ക് ഞാൻ നിർത്തി പറയുന്നതുകൊണ്ട് അമ്മമാർക്ക് ഇത് വായിക്കാൻ പറ്റുമല്ലോ. തസ്യ സംശുദ്ധമംശം കമപി തമ തിരോധായകം സത്വരൂപം സത്വം ധൃത്വാ ദദാസി സ്വമഹിമ വിഭവാകുണ്ഠ വൈകുണ്ഠരൂപം. ഇനി അമ്മമാര് അച്ഛന്മാരും ഒക്കെ അർത്ഥം എഴുതിക്കൊള്ളൂ. നിർവ്യാപാരോ അഭി, അത്ര എഴുതിയിട്ട് അർത്ഥം എഴുത്. അങ്ങ് യാതൊരു തരത്തിലുള്ള പ്രവർത്തികളിലും ഏർപ്പെടാത്തവനാണ്. അതാണ് അർത്ഥം. അങ്ങ് യാതൊരു തരത്തിലുള്ള പ്രവർത്തികളിലും ഏർപ്പെടാത്തവനാണ്. ചുരുക്കി പറഞ്ഞ ഒരു പ്രവൃത്തിയും ചെയ്യാത്തവനാണ്. ബ്രഹ്മത്തെക്കുറിച്ചാണ് പറയുന്നത്. ബ്രഹ്മം ഒരു പ്രവൃത്തിയും ചെയ്യാത്ത ആളാണ്. നിഷ്കാരണം, അർത്ഥം എഴുത്. നിഷ്കാരണം, കാരണമില്ലാതെ, ഒരു കാരണവും കൂടാതെ. അജൻ, അജൻ ജനിക്കാത്തവൻ, ജനനങ്ങളില്ല, ജനനവും മരണവും ഇല്ലാത്തവൻ. ജനിച്ചവനല്ലേ മരണമുള്ളൂ, മരിച്ചവനല്ലേ ജനനമുള്ളൂ. ഇത് രണ്ടുമില്ലാത്തതാണ് ബ്രഹ്മം. അതാണ് അജൻ, അജൻ ജനിക്കാത്തത്. ഭജസേ, ഭജസേ ഭജിക്കുന്നു. യത്, യത് അർത്ഥം എഴുത്. ഏതൊന്നുകൊണ്ട്. ഭജസേ ഭജിക്കുന്നു. യത് ഏതൊന്നുകൊണ്ട്. ക്രിയ, ക്രിയ പ്രവർത്തി ചെയ്യുന്നു, ക്രിയ പ്രവർത്തി ചെയ്യുന്നു. ഈക്ഷണാഖ്യാം, ഈക്ഷണാഖ്യാം വളരെയധികം വിശദീകരണം വരേണ്ട ഒരു വാക്കാണത്. അത് ഞാൻ പറയാം. അർത്ഥം ഇത്രയേ ഉള്ളൂ. ഒരു നോട്ടം കൊണ്ട്. അതെന്താണെന്ന് ഞാൻ പിന്നെ പറയാം. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ തൽക്കാലം ഇങ്ങനെ നിങ്ങൾ എഴുതി വെച്ചാൽ മതി. ഈക്ഷണാഖ്യാം, ഒരു നോട്ടം കൊണ്ട്. അത് വളരെയധികം വിശദമായിട്ട് ഞാൻ പറയാം. കാരണം സൃഷ്ടി നടത്തുമ്പോൾ ബ്രഹ്മത്തിലെ പുരുഷൻ പ്രകൃതിയെ നോക്കും. ആ നോക്കിക്കഴിയുമ്പോഴാണ് പ്രകൃതി ഉണരുകയും പ്രകൃതി സൃഷ്ടി നടത്തുകയും ചെയ്യും. അങ്ങനെ സൃഷ്ടിക്ക് സമയമാകുമ്പോൾ ബ്രഹ്മത്തിലെ പുരുഷൻ സ്ത്രീയെ നോക്കുന്ന ആ നിമിഷം, മനസ്സിലായില്ലേ? ബ്രഹ്മത്തിലെ പുരുഷൻ പ്രകൃതിയെ, സ്ത്രീ എന്നല്ല പ്രകൃതി, പ്രകൃതി സ്ത്രീയാണ്. ബ്രഹ്മത്തിലെ പുരുഷൻ പ്രകൃതിയെ നോക്കുന്ന ആ നിമിഷം, അതിനെയാണ് ഈ ക്ഷണം എന്ന് പറയുന്നത്. പക്ഷെ അത് ഞാൻ വിവരിക്കുമ്പോൾ നമുക്ക് നല്ലപോലെ പറയാം. തൽക്കാലം തൽക്കാലം വേണമെങ്കിൽ ഇങ്ങനെ എഴുതി വെച്ചോ. ബ്രഹ്മത്തിലെ പുരുഷൻ സ്ത്രീ പ്രകൃതിയെ നോക്കുന്ന നിമിഷം, അങ്ങനെ എഴുതി വെച്ചോ. മനസ്സിലായില്ലേ? ഈ ക്ഷണാഖ്യ, ബ്രഹ്മത്തിലെ പുരുഷൻ പ്രകൃതിയെ നോക്കുന്ന നിമിഷം എന്നർത്ഥം എഴുതി വെച്ചോ. അങ്ങനെ എഴുതി വെച്ചോ. ഇനി അടുത്ത നോക്കിക്കോണം. തേനൈവോ, തേനൈവോ ദേദി. ഇത് നമ്മൾ പിരിച്ചെഴുതുമ്പോൾ തേന അധികം ഏവ ആണ് തേനൈവ. മനസ്സിലായില്ലേ? അപ്പൊ തേനൈവ, തേനൈവ എന്ന് പറഞ്ഞാൽ ആ ക്രിയ കൊണ്ട് തന്നെ. മനസ്സിലേ? തേനൈവ എന്ന് പറഞ്ഞാൽ ആ ക്രിയ കൊണ്ട് തന്നെ. ഏത് ക്രിയ? സൃഷ്ടി നടത്താൻ വേണ്ടി ബ്രഹ്മത്തിലെ പുരുഷൻ പ്രകൃതിയെ നോക്കുന്ന ആ ക്രിയ. നോക്കുക എന്ന് പറഞ്ഞാൽ ഒരു ക്രിയയാണ്, അല്ലേ? ആ നോക്കുന്ന ആ ക്രിയ. അതുകൊണ്ടാണല്ലോ ഇംഗ്ലീഷിൽ അതിന് 3 രൂപമുണ്ടല്ലോ. നോക്കുക, സീ, സോ, സീൻ. 3 രൂപമുണ്ട്. 3 രൂപം വരുന്നതല്ലേ ഒരു വെർബ്. 3 രൂപത്തിൽ പറയാൻ പറ്റുന്നതാണ് ക്രിയ അല്ലെങ്കിൽ വെർബ്. അപ്പം ശ്രദ്ധിച്ചു കേട്ടോളണം. തേന ഏവ, അർത്ഥം എഴുത്. തേന ഏവ, അതിനാൽ തന്നെ. അർത്ഥം എഴുതി വെച്ചോണം. തേന ഏവ സമം അതിനാൽ തന്നെ. കോമ ഇട്ടിട്ട് ഒരു അർത്ഥവും കൂടെ. ആ ക്രിയ കൊണ്ട് തന്നെ. അതിനാൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ആ ക്രിയ. ആ ക്രിയ കൊണ്ട് തന്നെ. ഉദതി, അർത്ഥം എഴുത്. ഉദതി സമം ഉദിക്കുന്ന. ഉദതി ഉദിക്കുന്ന. ഇത് ചേർത്ത് എഴുതുമ്പം ഉദതി എന്ന് വരത്തില്ല. ഇത് ചേർത്ത് എഴുതുമ്പോഴാണ് ആ വരി നോക്കി, ആ വരി നോക്കി എഴുതിക്കോ. തേനൈവോ ദേദി ഉണ്ടോ? തേനൈവോ ദേദി. അർത്ഥം തേനൈവ, മനസ്സിലായില്ലേ? തേനൈവ അതി ഉദതി. തേന ഏവ, തേനൈവ ഏതി ഉദതിയാണ്. ചേർത്തെഴുതുമ്പോൾ തേനൈവോ ദേദി. തേനൈവോ ദേദി എന്നെഴുതി സമം ഇട്ടിട്ട് ആ ക്രിയ കൊണ്ട് തന്നെ ഉദിക്കുന്ന. ലീന, ലീന ലയിച്ചിരിക്കുന്ന, ലയിച്ചിരിക്കുന്ന, ഒളിച്ചിരിക്കുന്ന. രണ്ടർത്ഥം എഴുതി വെച്ചോ. ലീന ലയിച്ചിരിക്കുന്ന, ഒളിച്ചിരിക്കുന്ന. അസതി കൽപ്പ അഭി.
അസതി കൽപ്പ അഭി, അത്ര എഴുതിയിട്ട് അർത്ഥം എഴുത്. ഇല്ലാത്തതിന് തുല്യമായതാണെങ്കിലും. അസതി കൽപ്പ അഭി, ഇല്ലാത്തതിന് തുല്യമാണെങ്കിലും. എന്തില്ലാത്തതിന് തുല്യം? പ്രകൃതി. പ്രകൃതി ഇല്ലാത്തതിന് തുല്യമാണ്. കാരണം ബ്രഹ്മത്തിൽ ലയിച്ചു കിടക്കുക, കാണാൻ പറ്റത്തില്ല. ആ പ്രകൃതി ഇല്ലാത്തതിന് തുല്യമാണ്. എങ്കിലും സൃഷ്ടി സമയത്ത് പുരുഷൻ നോക്കുമ്പോഴാണ് ആ പ്രകൃതി ഉണരുന്നത്. മനസ്സിലായില്ലേ? അടുത്ത നോക്കേ, കൽപ്പാതി കാലേ, അർത്ഥം എഴുത്. കൽപ്പാതി കാലത്തിൽ. കൽപ്പാതി കാലത്തിൽ, ആ കാലത്തിൽ ഉദിക്കുന്നു എന്നാണ് പറയുന്നത്. മനസ്സിലായി? ആ കാലത്തിൽ ഉദിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് നോക്കേ, തസ്യ. തസ്യ അർത്ഥം എഴുത്. ആ പ്രകൃതിയുടെ. തസ്യ സമം ആ പ്രകൃതിയുടെ. ആ പ്രകൃതി എന്ന് പറഞ്ഞാൽ ഏതാ? ബ്രഹ്മത്തിൽ പുരുഷനുമുണ്ട് പ്രകൃതിയുമുണ്ട്. ബ്രഹ്മത്തിൽ ലയിച്ചിരിക്കുന്ന പ്രകൃതിയുടെ, അതാണ് തസ്യ. സംശുദ്ധമംശം, അർത്ഥം എഴുത്. ശുദ്ധമായ അംശം. സംശുദ്ധമംശം, അർത്ഥം ശുദ്ധമായ അംശം. കമപി. കമപി ഏതോ ഒരു. കമപി അർത്ഥം എഴുതി വെച്ചോ. ഏതോ ഒരു. അതിരോധായകം. മനസ്സിലായില്ലേ? അതിരോധായകം. ഇത് ചേർത്ത് എഴുതുമ്പം കമപി തമ തിരോധായകം. അങ്ങനെ ബുക്കിൽ കിടക്കുന്ന അങ്ങനെ അമ്മമാരൊക്കെ വായിക്കുമ്പം പുസ്തകത്തിൽ കിടക്കുന്നത് അങ്ങനെ ആയിരിക്കും. കമപി തമ തിരോധായകം. അത് കമപി അധികം അതിരോധായകം. അത് ചേർത്ത് എഴുതുമ്പോഴാണ് കമപി തമ തിരോധായകം എന്ന് പറയുന്നത്. എന്താണ് അതിരോധായകം എന്ന് പറഞ്ഞാൽ? സത്യത്തെ മറച്ച് ഇല്ലാത്തതിനെ കാണിക്കുന്നതെന്ന് എഴുത്. സത്യത്തെ മറച്ച് ഇല്ലാത്തതിനെ കാണിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അത് മനസ്സിലായില്ലേ? കമപി തമ അധികം അതിരോധായകം. മനസ്സിലായി? ഇത് പിരിച്ചെഴുതുമ്പോൾ അങ്ങനെ കമപി തമ അതിരോധായകം. അത് ചേർത്ത് എഴുതുന്നതാണ് ബുക്കിൽ കിടക്കുന്നത് കമപി തമ തിരോധായകം എന്ന് കിടക്കുന്നത്. അപ്പോൾ അമ്മമാർക്ക് ഇത് രണ്ടും മനസ്സിലായില്ലേ? ആ വാക്ക് സെന്റൻസ് നീണ്ടു വരുമ്പോൾ അങ്ങനെ വരും. പിരിച്ചു പറഞ്ഞാൽ കമപി തമ അതിരോധായകം. അർത്ഥം സത്യത്തെ മറച്ച് ഇല്ലാത്തതിനെ കാണിക്കുന്നത്. സത്വരൂപം. സത്വഗുണം രൂപം. സത്വഗുണം രൂപം പ്രാപിച്ചത്. അടുത്തത് സത്വം. സത്വം അർത്ഥം എഴുത്. ആ അവിടുന്ന്. സത്വം ആ അവിടുന്ന്. ആ അവിടുന്ന് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ബ്രഹ്മം. നിർവ്യാപാരനായി ഒരു പ്രവൃത്തിയും ചെയ്യാതിരിക്കുന്ന ബ്രഹ്മം. ആ ബ്രഹ്മത്തെയാണ് സാത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേണമെങ്കിൽ അമ്മമാർ അങ്ങനെയൊക്കെ എഴുതിയിട്ടോ. സാത്വം. സാത്വം എന്ന് പറഞ്ഞാൽ ആ അവിടുന്ന്. എന്നിട്ട് ബ്രാക്കറ്റിനകത്ത് ബ്രഹ്മം. എന്നിട്ട് ഒന്നുകൂടെ എഴുതിക്കോ. ഒരു പ്രവൃത്തിയും ചെയ്യാതിരിക്കുന്ന ബ്രഹ്മം. ധൃത്വ. ധൃത്വ ധരിച്ചിട്ട്. ധൃത്വ ധരിച്ചിട്ട്. ദദാസി രൂപം. ആ ദദാസിയുടെ കൂടെ രൂപവും കൂടെ ചേരുമ്പോഴേ അർത്ഥം പൂർണ്ണമാകുന്നത്. ദദാസി രൂപം, രൂപത്തെ ധരിച്ചിട്ട്. സംസ്കൃതം അങ്ങനെയാണ്. ഒരിടത്ത് ദദാസി, വേറൊരിടത്ത് രൂപം, അങ്ങനെ കിടക്കും. അപ്പൊ ദദാസി രൂപം, രൂപത്തെ ധരിച്ചിട്ട്. അപ്പൊ പിന്നെ സംസ്കൃതത്തിൽ ധരിക്കുക എന്നുള്ളതിന് രണ്ട് വാക്ക് പഠിച്ചു. ധൃത്വ, അടുത്തത് ദദാസി. സോ മഹിമ. സോ മഹിമ സ്വന്തം മഹിമ ഉണ്ട്. സോ മഹിമ സ്വന്തം മഹിമ കൊണ്ട്. സോ മഹിമ വിഭവാകുണ്ഠ. സോ മഹിമ വിഭവാകുണ്ഠ. അർത്ഥം സ്വന്തം എഴുതിക്കോ. അർത്ഥം എഴുതിക്കോ. സ്വന്തം ഐശ്വര്യത്തിൻ്റെ ശക്തി കൊണ്ട്. സ്വന്തം ഐശ്വര്യത്തിൻ്റെ ശക്തി കൊണ്ട് അകുണ്ഠനായ. അത്ര എഴുത്. സോ മഹിമ വിഭവാകുണ്ഠ. അർത്ഥം സ്വന്തം ഐശ്വര്യത്തിൻ്റെ ശക്തി കൊണ്ട് അകുണ്ഠനായ. അകുണ്ഠനായ. ഇനി അകുണ്ഠൻ എന്ന് പറഞ്ഞാൽ അർത്ഥം എഴുത്. അകുണ്ഠം. അകുണ്ഠം തടസ്സമോ അപകർഷതയോ ബാധിക്കാത്ത. തടസ്സമോ അപകർഷമോ ബാധിക്കാത്ത. മനസ്സിലായില്ലേ? ഇപ്പം അവൻ വലുത്, ഇവൻ ചെറുത്, അങ്ങനെ അപകർഷതാബോധം. നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ സുപ്പീരിയാരിറ്റി കോംപ്ലക്സോ ഇൻഫീരിയാരിറ്റി കോംപ്ലക്സോ ഒന്നും ഇല്ലാത്ത വൈകുണ്ഠരൂപം. വൈകുണ്ഠത്തിന് ഒരുപാട് അർത്ഥമുണ്ട് ആചാര്യന്മാർ പറയുന്നത്. അതും കൂടെ എഴുതി വെച്ചോ. വൈകുണ്ഠ രൂപത്തെക്കുറിച്ചുള്ള അർത്ഥം. വൈകുണ്ഠ രൂപം സമം എന്നിട്ട് എഴുതിക്കോ. വികുണ്ഠയുടെ, എഴുതി വെച്ചോളണേ, വികുണ്ഠയുടെ മകനായി ജനിച്ചതുകൊണ്ട് വൈകുണ്ഠൻ. എഴുതി വെച്ചോ. വികുണ്ഠയുടെ മകനായി ജനിച്ചതുകൊണ്ട് വൈകുണ്ഠൻ. തീർന്നില്ല. അടുത്തർത്ഥം
സൃഷ്ടിയുടെ തുടക്കത്തിൽ, അങ്ങനെ എഴുതി വെച്ചോ, സൃഷ്ടിയുടെ തുടക്കത്തിൽ പരസ്പര ബന്ധമില്ലാതിരുന്ന പഞ്ചഭൂതങ്ങളെ, എഴുതി വെച്ചോളണേ, പഞ്ചഭൂതങ്ങളെ യോജിപ്പിച്ച് അവരുടെ സ്വതന്ത്രഗതിയെ തടഞ്ഞതിനാൽ വൈകുണ്ഠൻ. അതായത് സൃഷ്ടിയുടെ തുടക്കത്തിൽ പരസ്പര ബന്ധമില്ലാതിരുന്ന അംശങ്ങളാണ് പഞ്ചഭൂതം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പ്രത്യപ്തേജോ വായുവാകാശങ്ങൾ പഞ്ചഭൂതം. അപ്പോൾ സൃഷ്ടിയുടെ തുടക്കത്തിൽ പരസ്പരം യാതൊരു ബന്ധവുമില്ലാതിരുന്ന ഈ പഞ്ചഭൂതങ്ങളെ തമ്മിൽ യോജിപ്പിച്ചിട്ട് അവർക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള പ്രവൃത്തി ചെയ്യുന്നതിനെ തടഞ്ഞ് ഇവരെ 3 പേരെയും കൂടെ യോജിപ്പിച്ച് സൃഷ്ടി നടത്തിയവനായതുകൊണ്ട് വൈകുണ്ഠൻ. ഇത് ആണ് ഭാരതം ശാന്തി പർവ്വത്തിൽ അങ്ങനെ പറയുന്നത്. ഭാരതം ശാന്തി പർവ്വത്തിൽ വൈകുണ്ഠത്തിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് പറയുന്നത്. പിന്നെ വൈകുണ്ഠത്തിൻ്റെ അടുത്ത അർത്ഥം കുണ്ഠതയില്ലാത്തവൻ. കുണ്ഠത എന്ന് പറഞ്ഞാൽ അജ്ഞാനമില്ലാത്തവൻ, മനസ്സിലായില്ലേ? അതായത് ജ്ഞാനരൂപി. അപ്പം ജ്ഞാനരൂപിയായതിനാൽ വൈകുണ്ഠൻ. കുണ്ഠതയില്ലാത്തവൻ, ജ്ഞാനരൂപി. ആ ജ്ഞാനരൂപി ആയതിനാൽ വൈകുണ്ഠൻ. ഇങ്ങനെ എഴുതി വെച്ചോ, ജ്ഞാനരൂപി ആയതിനാൽ വൈകുണ്ഠൻ. ബ്രാക്കറ്റിൽ കുണ്ഠത ഇല്ലാത്തവൻ, അജ്ഞാനമില്ലാത്തവൻ. അടുത്തർത്ഥം വിഗുണ്ഠങ്ങളായ, മനസ്സിലായില്ലേ? വിഗുണ്ഠങ്ങളായ ജീവജാലങ്ങളെ നിയന്ത്രിക്കുന്നവൻ വൈകുണ്ഠൻ. വിഗുണ്ഠങ്ങളായ ജീവജാലങ്ങളെ നിയന്ത്രിക്കുന്നവൻ വൈകുണ്ഠൻ. ഇനി അടുത്തർത്ഥം എഴുതിയോ, അജ്ഞാനത്തിനും കുണ്ഠതയ്ക്കും സ്ഥാനമില്ലാത്ത, അജ്ഞാനത്തിനും കുണ്ഠതയ്ക്കും മറ്റ് തടസ്സങ്ങൾക്കോ അപകർഷതയ്ക്കോ ഒന്നും സ്ഥാനമില്ലാത്ത വൈകുണ്ഠത്തിൽ വസിക്കുന്നതിനാൽ വൈകുണ്ഠൻ. അടുത്തർത്ഥം, അജ്ഞാനത്തിനും കുണ്ഠതയ്ക്കും സ്ഥാനമില്ലാത്ത വൈകുണ്ഠത്തിൽ വസിക്കുന്നതിനാൽ വൈകുണ്ഠൻ. അപ്പോൾ ഇത്രയും അർത്ഥം ആർക്കുണ്ട്? നമ്മുടെ വൈകുണ്ഠത്തിന് ഇത്രയും അർത്ഥമുണ്ട്. അപ്പോൾ വൈകുണ്ഠത്തിൻ്റെ അർത്ഥം എന്താ നല്ലതുപോലെ മനസ്സിലായില്ലേ? എല്ലാം എഴുതിയല്ലോ. വികുണ്ഠയുടെ മകനായി ജനിച്ചതുകൊണ്ട് വൈകുണ്ഠൻ. നമ്മുടെ സൃഷ്ടിയുടെ തുടക്കത്തിൽ പഞ്ചഭൂതങ്ങളുണ്ട്. പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശം. പൃഥ്വിയുടെ ജോലിയെയും, പിന്നെ അഗ്നിയുടെ ജോലിയെയും വായുവിൻ്റെ ജോലിയെയും അങ്ങനെ സ്വതന്ത്രമായി ചെയ്യാൻ അനുവദിക്കാതെ ഈ 5 പേരെയും കൂട്ടിച്ചേർത്ത് സൃഷ്ടി നടത്തിയവനായതുകൊണ്ട് എന്ത് ചെയ്തു? വൈകുണ്ഠൻ എന്ന പേര് ലഭിച്ചു. പിന്നെ ജ്ഞാനരൂപിയായതുകൊണ്ട്, അകുണ്ഠതയില്ലാത്തവനായതുകൊണ്ട് വൈകുണ്ഠൻ എന്ന, കുണ്ഠതയില്ലാത്തവനായതുകൊണ്ട് വൈകുണ്ഠൻ. പിന്നെ വിഗുണ്ഠങ്ങളെന്നറിയപ്പെടുന്ന പ്രപഞ്ചത്തിലെ ജീവജാലങ്ങളെ നിയന്ത്രിക്കുന്നത് കൊണ്ട് വൈകുണ്ഠൻ എന്ന പേര് കിട്ടി. പിന്നെ അജ്ഞാനത്തിന് അകുണ്ഠതയ്ക്കും സ്ഥാനമില്ലാത്ത വൈകുണ്ഠത്ത് താമസിക്കുന്നത് കൊണ്ട് നമ്മുടെ സാക്ഷാൽ ഗുരുവായൂരപ്പനെ വൈകുണ്ഠൻ എന്ന പേര് വിളിക്കുന്നു. ഇത്രയും അർത്ഥം വൈകുണ്ഠത്തിന് ഉണ്ട്. അപ്പോൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഒന്നാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം, ഒന്നാമത്തെ വരിയിലേക്ക് കിടക്കാം. ആദ്യത്തെ വരി വായിച്ചിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. മനസ്സിലായില്ലേ? ഇപ്പോൾ ഇവിടെ ഭയങ്കര മഴ നടക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് മഴ തോരുമ്പം ഞാൻ അടുത്ത വരി വായിച്ചിട്ട് ഇതുമായിട്ട് എഡിറ്റ് ചെയ്ത് ചേർക്കാം. ഇനി ഞാൻ നിങ്ങൾക്ക് ഒന്നാമത്തെ വരി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ആദ്യത്തെ വരി നോക്കേ, നിർവ്യാപാരോ അഭി. അതായത് നിർവ്യാപാരോ അഭി, ബ്രഹ്മത്തെക്കുറിച്ച് പറയുകയാണ്. അല്ലയോ ബ്രഹ്മമേ, അങ്ങ് യാതൊരുവിധ പ്രവർത്തികളും ബ്രഹ്മം ചെയ്യുന്നില്ല. അങ്ങ് നിർവ്യാപാരനാണ്. വ്യാപാരൻ എന്ന് പറഞ്ഞാൽ ദേഹമനങ്ങി എന്തെങ്കിലും ചെയ്യുന്നവൻ. അപ്പം നിർവ്യാപാരൻ എന്ന് പറഞ്ഞാൽ ദേഹമനങ്ങി ഒന്നും ചെയ്യാത്തവൻ. അപ്പം അങ്ങ് നിർവ്യാപാരനാണ്. നിർവ്യാപാരോ അഭി, മനസ്സിലായില്ലേ? അഭി എങ്കിലും, നിർവ്യാപാരോ അഭി. അഭി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അർത്ഥം എങ്കിലും. നിഷ്കാരണം, പ്രത്യേകിച്ച് ഒരു കാരണവും കൂടാതെ, യാതൊരു കാരണവും, അതാണ് നിഷ്കാരണം. ഒരു കാരണവും കൂടാതെ. അജ ജനിക്കാത്തവനെ, അങ്ങേക്ക് ജനനവുമില്ല മരണവുമില്ല.
അജ ജനിക്കാത്തവനെ. മനസ്സിലായില്ലേ? ഇവിടെ ആരെയാ ഉദ്ദേശിക്കുന്ന ജനിക്കാത്തവനെ? ബ്രഹ്മം, ഗുരുവായൂരപ്പൻ. മനസ്സിലായില്ലേ? ബ്രഹ്മം രൂപം പൂണ്ട ഗുരുവായൂരപ്പനെ. ഗുരുവായൂരപ്പന് ജനനവുമില്ല മരണവുമില്ല. കാരണം ഗുരുവായൂരപ്പൻ ബ്രഹ്മമാണ്. ഭജസേ ഭജിക്കുന്നു. ക്രിയാമീക്ഷണാഖ്യാം. ഈ ക്ഷണം എന്ന് പറയുന്ന ക്രിയ കൊണ്ട്, ഈ ക്ഷണം എന്ന് പറയുന്ന ക്രിയ കൊണ്ട് അങ്ങ് സൃഷ്ടി നടത്തുന്നു. ഈ ക്ഷണം എന്ന ക്രിയയെക്കുറിച്ച് വളരെ വിശദമായി രണ്ടാമത്തെ വരിയിൽ പറഞ്ഞു തരാം. എങ്കിലും നിങ്ങൾ കേട്ടോളണം. സൃഷ്ടി നടത്തണം എന്ന് തോന്നുമ്പോൾ ബ്രഹ്മത്തിൽ തന്നെ പുരുഷനും പ്രകൃതിയും ലയിച്ചു ചേർന്നിട്ടുണ്ട്. ആ ബ്രഹ്മത്തിൽ ലയിച്ചു ചേർന്ന പുരുഷനും പ്രകൃതിയും, അതിൽ ഈ പുരുഷൻ ഉണർന്നിട്ട് പ്രകൃതിയെ നോക്കും. ആ നോട്ടത്തിൽ നിന്നാണ് സൃഷ്ടി നടക്കുന്നത്. അങ്ങനെ പുരുഷൻ, ബ്രഹ്മത്തിലെ പുരുഷൻ പ്രകൃതിയെ നോക്കുന്ന ആ നോട്ടം ഒരു ക്രിയയാണ്. നമ്മൾ എന്ന് വെച്ചാൽ ദേഹം അനങ്ങി ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ക്രിയ. ആ നോട്ടം കൊണ്ടുണ്ടാകുന്ന സൃഷ്ടിക്കാണ് ഈ ക്ഷണാഖ്യാം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ വരിയിൽ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒന്നാമത്തെ വരി എന്ന് പറയുന്നത് നിർവ്യാപാരോ അപി. അങ്ങ് യാതൊരു വ്യാപാരവും ദേഹമനങ്ങിയുള്ള പ്രവർത്തനവും ചെയ്യുന്നില്ല എങ്കിലും നിഷ്കാരണം, പ്രത്യേകിച്ച് ഒരു കാരണവും കൂടാതെ, അജൻ ജനന മരണങ്ങളൊന്നുമില്ലാത്തവനെ ഗുരുവായൂരപ്പ ഭജസേ ക്രിയ ഈ ക്ഷണാഖ്യം. അങ്ങൊരു ക്രിയ ചെയ്യുന്നു. അങ്ങ് ചെയ്യുന്ന ക്രിയ എന്താണ്? നോക്കുക എന്ന ക്രിയ ചെയ്യുന്നു. ആര്? ബ്രഹ്മത്തിലെ പുരുഷനായ അങ്ങ് എന്ത് ചെയ്യുന്നു? ബ്രഹ്മത്തിലെ പുരുഷൻ പ്രകൃതിയെ നോക്കുന്നു. ആ നോട്ടത്തെയാണ് ക്രിയ ഈ ക്ഷണാഖ്യം എന്ന് പറയുന്നത്. അപ്പൊ ക്രിയ നോക്കുക, നമ്മൾ ദേഹം അനങ്ങി ചെയ്യുന്ന പ്രവൃത്തിയാണ് ക്രിയ. ക്രിയ എന്ന് പറഞ്ഞാൽ പ്രവൃത്തി. അങ്ങൊരു പ്രവൃത്തി ചെയ്യുന്നു. ഈ ക്ഷണാഖ്യാം. ഈ ക്ഷണാഖ്യാം എന്ന് പറഞ്ഞാൽ അങ്ങ് ബ്രഹ്മത്തിലെ പ്രകൃതിയെ നോക്കുന്നു. ഇതാണ് ഒന്നാമത്തെ വരിയുടെ അർത്ഥം. അപ്പോൾ ഭഗവാൻ നിർവ്യാപാരനാണ്. ഞാൻ അടുപ്പിച്ച് ഈ സംസ്കൃത വാക്ക് പറയുന്നത് ഇങ്ങനെ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്കിത് കാണാതെ ചൊല്ലുമ്പോൾ, കാണാതെ പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഇത് ചൊല്ലുമ്പോൾ നിങ്ങൾക്ക് വേഗം കാണാതെ പറയാൻ പറ്റും. നിർവ്യാപാരനാണ് ഭഗവാൻ. ഇനി നിർവ്യാപാരൻ എന്നുള്ള വാക്ക് ഭയങ്കര എളുപ്പമില്ലേ? ഇങ്ങനെ 2-3 വട്ടം ഞാൻ പറഞ്ഞ് നിർവ്യാപാരൻ നിർവ്യാപാരൻ നിർവ്യാപാരൻ. അപ്പോഴത്തേക്ക് ഈ അമ്മമാർക്ക് നല്ല ചെവിത്തഴമ്പ് കിട്ടും. സത്യത്തിൽ ചലിക്കാത്തവൻ. അങ്ങനെ നമുക്ക് സംസ്കൃതം പിടിക്കാൻ പറ്റൂ. അപ്പോൾ ഭഗവാൻ നിർവ്യാപാരനാണ്. അതായത് ഒന്നും ചെയ്യുന്നില്ല എങ്കിലും പ്രത്യേകിച്ച് ഒരു കാരണവും കൂടാതെ ഈ ക്ഷണാഖ്യാം എന്ന ക്രിയ കൊണ്ട് സൃഷ്ടി നടത്താൻ തീരുമാനിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കിവിടെ ഒരു ചോദ്യം വരുന്നുണ്ട്. നമുക്ക് വരിയുടെ അർത്ഥം മനസ്സിലായി, ഭഗവാൻ നിശ്ചലനാണ്. എങ്കിലും പ്രത്യേകിച്ചൊരു കാരണവും കൂടാതെ ഒരു ക്രിയ ചെയ്യുന്നു. ആ ക്രിയയുടെ പേര് ഈ ക്ഷണാഖ്യാം. കണ്ടോ? ഇപ്പൊ അമ്മമാർക്ക് ഈ ക്ഷണാഖ്യാം എന്ന വാക്ക് ഒന്ന് നല്ലപോലെ പിടികിട്ടിയില്ലേ? ഈ ക്ഷണാഖ്യാം. ഭഗവാൻ ഒരു പ്രവൃത്തി ചെയ്യുന്നു. ആ പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മത്തിലെ പുരുഷൻ സ്ത്രീയെ നോക്കുന്ന പ്രവൃത്തിയാണ്. ആ പ്രവൃത്തിക്ക് വിളിക്കുന്ന പേരാണ് ഈ ക്ഷണാഖ്യം. അപ്പൊ ഇനി തൊട്ട് ഈ ക്ഷണാഖ്യം എന്ന് കേട്ടാൽ നമ്മൾ വരണ്ടു പോകേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ നമുക്കൊരു സ്വാഭാവികമായിട്ടൊരു സംശയം തോന്നും, ഒരു കാരണവുമില്ലാതെ അങ്ങ് പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു. അതെന്താണ്? ഒരു കാരണവുമില്ലാതെ അങ്ങനെ ചെയ്യുമോ ആരെങ്കിലും എന്തെങ്കിലും? നമുക്ക് സ്വാഭാവികമായിട്ടും വരുന്നൊരു ചോദ്യമാണ് ഇല്ലേ? ഒരു കാരണവുമില്ലാതെ എന്തെങ്കിലും ചെയ്യുമോ? അതെ, ഒരു കാരണവുമില്ലാതെ എല്ലാം ചെയ്യുന്നത്. ഒരു പൂ വിരിയുന്നത് എങ്ങനെയാണ്? ഒരു കാരണം കൊണ്ടാണോ? ആരെങ്കിലും വന്ന് വിരിഞ്ഞോ പൂവേ ഇല്ലെങ്കിൽ നിന്നെ നാളെ ഞാൻ കൊന്നുകളയും എന്ന് പറഞ്ഞിട്ടാണോ? ഒരു കാരണവുമില്ലാതെയാണ് ഒരു പൂ വിരിയുന്നത്. ചില സമയത്ത് ഒരു കാരണവുമില്ലാതെ ഒരു പുഞ്ചിരി വരും. മനസ്സിലല്ലേ? നമ്മൾ ചില സമയത്ത് ഫോൺ ചെയ്യുമ്പം പറയത്തില്ലേ, നമ്മൾ ചോദിക്കത്തില്ലേ ഹലോ, ഉണ്ടേ അവിടെ നിന്ന് ഹലോ. അപ്പോൾ നമ്മൾ ചോദിക്കത്തില്ലേ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ എന്തിനാ വിളിച്ചത്? ചുമ്മാടാ, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ചുമ്മാ ഇരുന്നപ്പോൾ എനിക്ക് തോന്നി എന്നെ ഒന്ന് വിളിക്കാമെന്ന്. ഞാൻ ചില സമയത്ത് വീട്ടിലോട്ട് കയറി വരുമ്പോൾ എൻ്റെ അമ്മ പഴംപൊരി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഞാൻ ചോദിക്കും, അല്ല ഇതെന്താ അമ്മ ഈ സമയത്ത് പഴംപൊരിയൊക്കെ? ചുമ്മാടാ, ചുമ്മാ ഇവിടെ ഇരുന്നപ്പോൾ എനിക്ക് തോന്നി എന്നാ പിന്നെ 2 പഴംപൊരി ഉണ്ടാക്കാൻ തോന്നി. കണ്ട, ചുമ്മാതെ, ഒരു കാരണവുമില്ല, നമുക്കൊന്നും പറയാനൊക്കത്തില്ല. അപ്പോൾ ഒരു കാരണമില്ലാതെ നമ്മൾ ഓരോ പ്രവർത്തികൾ ചെയ്യും. മനസ്സിലായില്ലേ? എൻ്റെ അമ്മ പറയുന്ന മറുപടിയാണ് എനിക്ക് ഓർമ്മ വന്നത്. അമ്മ ചിലപ്പോൾ ചോദിക്കും, ഞാൻ ചിലപ്പോൾ ഉച്ചയ്ക്ക് വന്ന് ഒരു 2:30-3 മണിയൊക്കെ ആകുമ്പോൾ അമ്മ
പഴംപൊരി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഞാൻ ചോദിക്കാൻ പറഞ്ഞു വെറുതെ ഇവിടെ ഇങ്ങനെ ഇരുന്നതായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ചുമ്മാ രണ്ടെണ്ണം ഉണ്ടാക്കി കളയാമെന്ന് തോന്നി. അപ്പോൾ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. ഇപ്പം ഞാൻ പറഞ്ഞുതരാം. വർദ്ധമാന മഹാവീരൻ, ജൈനമത സ്ഥാപകൻ. വർദ്ധമാന മഹാവീരൻ രാജാവായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? ഈ ബുദ്ധനും വർദ്ധമാന മഹാവീരനും ഒക്കെ രാജാവായിരുന്നു. അപ്പോൾ വർദ്ധമാന മഹാവീരൻ രാജാവായിരുന്നു. ഒരു ദിവസം അദ്ദേഹത്തിന് അങ്ങ് വിരക്തി തോന്നുകയാണ്. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, യാതൊരു കാരണവുമില്ല. ഒരു ദിവസം അദ്ദേഹത്തിന് അങ്ങ് വിരക്തി തോന്നുകയാണ്. വേണ്ട, ഇതൊന്നും വേണ്ട, ഇതിലൊന്നും വലിയ കാര്യമില്ല, ഒരു കാര്യവുമില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ട് ആ സംഭവത്തിൻ്റെ പുറത്ത് വന്നു. ഇപ്പം ശ്രീബുദ്ധനാണെങ്കിൽ നടന്നു പോകുന്ന സമയത്ത് ഒരു വൃദ്ധനെ കണ്ടു, പിന്നെ രോഗിയെ കണ്ടു, മരണത്തെ കണ്ടു. അപ്പം ഇതെല്ലാം നമുക്ക് വരുമല്ലോ എന്ന് ചിന്തിച്ചിട്ട് പോയെന്ന് പറയാം ബുദ്ധൻ്റെ കാര്യത്തിൽ. മഹാവീരൻ അങ്ങനെയൊന്നുമില്ല. മഹാവീരന് രാജാവായിട്ടിരുന്നു. അപ്പോൾ മഹാവീരന് തോന്നി വേണ്ട, ഇതെല്ലാം ഉപേക്ഷിക്കാം. അതോടുകൂടി മഹാവീരൻ എന്ത് ചെയ്തു? തൻ്റെ സ്വത്ത്, തൻ്റെ ഭൂമി, തൻ്റെ പണം ഇതെല്ലാം തൻ്റെ പ്രജകൾക്ക് കൊടുത്തിട്ട് ഒറ്റമുണ്ടുമായിട്ട് അദ്ദേഹം അവിടുന്ന് ഇറങ്ങി. സകലതും കൊടുത്തു, പ്രത്യേകിച്ച് ഒരു കാരണവുമില്ല. ആ ഒറ്റമുണ്ടുമായിട്ട് ഇറങ്ങിയപ്പോൾ നഗരത്തിൻ്റെ അതിർത്തി വിടാനായി എത്തിയപ്പോൾ ഒരു മുടന്തൻ വരുന്നു. അവൻ ഈ വിവരം അറിഞ്ഞിട്ട് ഓടി വരികയാണ്. പക്ഷെ ഇവന് മറ്റുള്ളവരെ കണക്ക് നടക്കാൻ വയ്യ. അവൻ പറഞ്ഞു, അല്ലയോ രാജാവേ, ഞാൻ മുടന്തനായി പോയത് കൊണ്ടല്ലേ, ഞാൻ മുടന്തിയാണ് വന്നത്. അയ്യോ, അങ്ങെല്ലാം കൊടുത്തല്ലോ, എനിക്ക് തരാൻ ഇനി ഒന്നുമില്ലല്ലോ, കഷ്ടമായല്ലോ. അപ്പം രാജാവ് താൻ അരയിൽ ചുറ്റിയിരുന്ന ആ മുണ്ടുണ്ടല്ലോ, അതിൻ്റെ പകുതി വലിച്ചു കീറിയിട്ട് പറഞ്ഞു, ദാ ഇത് ഞാൻ നിനക്ക് തരുന്നു. കാരണം ഇത് രത്നങ്ങൾ പതിപ്പിച്ച മുണ്ടാണ്. നിനക്കിത് വിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ജീവിതം മുഴുവൻ നിനക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ളത് കിട്ടും. എന്നിട്ട് വർദ്ധമാന മഹാവീരൻ വീണ്ടും നടന്നു പോവുക. അങ്ങനെ നടന്നു പോകുന്ന അവസരത്തിൽ ഈ വസ്ത്രം ഒരു മുള്ളിനകത്തോടക്കി. അപ്പോൾ വർദ്ധമാന മഹാവീരൻ ഇങ്ങനെ നോക്കി. വർദ്ധമാന മഹാവീരൻ നോക്കി പറയാണ്, മുള്ളിനകത്തുടക്കി. പുല്ലി വസ്ത്രവും തടസ്സമാണ്. ആ വസ്ത്രം അവിടെ അങ്ങ് ഊരിക്കളഞ്ഞു. രത്നങ്ങൾ പതിപ്പിച്ചതാണേ, അവിടെ അങ്ങ് ഊരിക്കളഞ്ഞു. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. മുള്ളിനകത്തുടക്കി. എന്നാ വേണ്ട, പോട്ട്. അല്ലാതെ നമുക്ക് ആ മുള്ളു മാറ്റിയിട്ട് ഇത് ഇങ്ങോട്ട് എടുക്കാം, അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടല്ല. പോട്ട്, അത് ഊരിയങ്ങ് കളഞ്ഞു. അന്ന് തൊട്ടാണ് മഹാവീരൻ പൂർണ്ണ നഗ്നനായത്. മനസ്സിലല്ലേ? വർദ്ധമാന മഹാവീരൻ പരിപൂർണ നഗ്നനാണ്. നഗ്നനായിട്ടാണ് സഞ്ചരിക്കുന്നത്. ബുദ്ധനൊന്നും നഗ്നനല്ല. പക്ഷെ വർദ്ധമാന മഹാവീരൻ അങ്ങനെയാണ്. ഇന്നും ആ ജൈന സന്യാസികൾ പലരും അങ്ങനെയാണ്. പൂർണ്ണ നഗ്നനായിട്ടാണ് സഞ്ചരിക്കുന്നത്. അപ്പൊ രാജാവിൻ്റെ പദവിയിലിരുന്ന ആള്, രാജാവായിട്ടിരുന്ന ആള്, ചക്രവർത്തിയായി വാണ ആള് നടു റോട്ടിലൂടെ പൂർണ്ണ നഗ്നനായി നിൽക്കുന്നതിന് ചുമ്മാ കാരണമൊന്നുമില്ല, പ്രത്യേകിച്ച് ഒരു കാരണവുമില്ല. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പൊ കാരണം അതാ നിഷ്കാരണം എന്ന് പറഞ്ഞിരിക്കുന്നത്. ബ്രഹ്മം ഒരു കാരണവുമില്ലാതെ സൃഷ്ടി നടത്തുന്നു. അപ്പം നമുക്ക് ആ സംശയം നമുക്ക് തീർന്നു കിട്ടിയില്ലേ? ഒരു കാരണവുമില്ലാതെയാണ് പ്രപഞ്ചത്തിൽ പലപ്പോഴും ഓരോ കാര്യങ്ങൾ നടക്കുന്നത്. മനസ്സിലായ? അപ്പം ഇതേ കണക്ക് ഇപ്പോൾ വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. സെൻ ഗുരുക്കന്മാർ ഇച്ചിരി കട്ടിയാണ്. സെൻ ഗുരുക്കന്മാരുടെ രീതികൾ തന്നെ വളരെ വ്യത്യസ്തമാണ്. ചിലപ്പോൾ കർശനമായ അടികൾ കൊടുക്കും, ഇങ്ങനെയൊക്കെ ചെയ്യും സെൻ ഗുരുക്കന്മാർ. ഒരു സെൻ ഗുരു അദ്ദേഹത്തിൻ്റെ ശിഷ്യനും കൂടെ കുളത്തിൽ കുളിക്കുകയായിരുന്നു. അപ്പോൾ ഈ സമയത്ത് സെൻ ഗുരു എന്ത് ചെയ്തെന്നറിയാവോ? കുളത്തിലേക്ക് മുങ്ങിയ ശിഷ്യനെ പിന്നെ പൊങ്ങാൻ സമ്മതിച്ചില്ല, താത്തി എന്ന് വെച്ചിരുന്നു. കൈയും കാലും എല്ലാം ഇട്ട് ഇവനെ അടിക്കാൻ തുടങ്ങി. കുറേ കഴിഞ്ഞ് ഇവനങ്ങ് പൊങ്ങി വന്നു. ഇവൻ ചോദിച്ചു, എന്തു പറ്റി ഗുരു? ചുമ്മാ നീ മുങ്ങുന്നുണ്ടപ്പോൾ എനിക്ക് തോന്നി, എന്നാ നീ ഇച്ചിരി നേരം അതിനകത്ത് കിടക്കട്ടെന്ന് തോന്നി. ഒരു കാരണവുമില്ല. ആ കുളി കഴിഞ്ഞ് അവർ തിരിച്ചു കയറി കഴിഞ്ഞപ്പോൾ ഇവൻ ആലോചിക്കുകയായിരുന്നു, ആ ഗുരു 1-2 മിനിറ്റും കൂടെ എന്നെ അങ്ങനെ തന്നെ വെച്ചിരുന്നെങ്കിൽ എൻ്റെ ജീവൻ പോയേനെ. അപ്പം നമുക്ക് കളയാൻ സമയമില്ല. ഇപ്പം തന്നെ എനിക്ക് ധ്യാനിച്ച് എനിക്ക് അവബോധം വേണം. അവൻ അപ്പോഴേ ആ ഗുരുവിനെയും വിട്ട് അങ്ങോട്ട് മാറി ഈ ബ്രഹ്മത്തെ ധ്യാനിക്കാൻ തുടങ്ങി. ആ ബ്രഹ്മത്തിൻ്റെ പ്രകാശം കണ്ടു. ബ്രഹ്മം എന്ന് പറഞ്ഞ ഒരു വലിയ പ്രകാശമാണ്, മുട്ടനൊരു പ്രകാശമാണ്. ആ പ്രകാശത്തെ കാണുമ്പോഴാണ് അവബോധം കിട്ടിയവനെന്ന് പറയുന്നത്. ആ പ്രകാശത്തെ കാണുക എന്ന് പറയുന്നത് കൊണ്ടാണ് അതിനെ എൻലൈറ്റ്മെൻ്റ് എന്ന് പറയുന്നത്.
പല പല സ്റ്റേജുണ്ട്. ഇപ്പം സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരാൾ നിരീശ്വരവാദിയാകുന്നതിന് നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. അവൻ്റെ മനസ്സിൻ്റെ തലം വെച്ചിട്ട് ഈശ്വരനില്ല. നമ്മൾ പല പല പ്രോസസ്സ് ചെയ്ത് വരുമ്പോൾ 6ാമത്തെ തലത്തിലാണ് നമ്മൾ ഏത് കാണുന്നത്? ബ്രഹ്മം കാണുന്നത്, ആ വലിയ പ്രകാശം. അതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ അതിനെ എൻലൈറ്റൻ എന്ന പേര് തന്നെ നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ അവൻ അവബോധം കിട്ടി. കണ്ടോ, ചുമ്മാ നടന്നൊരു കാര്യമാണ്. ചുമ്മാ ഒരു സെൻഗുരു പിടിച്ചങ്ങോട്ട് താത്തതാണ്. എന്താന്ന് ചോദിച്ചപ്പോൾ വെറുതെ അദ്ദേഹത്തിന് ഇവ ഇങ്ങനെ മുങ്ങുന്നാണ്ടപ്പോൾ തോന്നി എന്നാൽ 2 മിനിറ്റ് ഇരിക്കട്ടെ, പ്രത്യേകിച്ച് ഒരു കാരണവുമില്ല. അപ്പം തന്നെ പോയി ചത്തുപോയാലോ എന്ന് വിചാരിച്ച് പോയെങ്കിൽ ധ്യാനത്തിയിരുന്നു. അവൻ ഏത് കിട്ടുകയും ചെയ്തു? അവബോധം എന്ന് പറയുന്നത് അവന് കിട്ടുകയും ചെയ്തു. ചുമ്മാ ചെയ്ത ഒരു കാര്യത്തിൽ നിന്ന് പ്രയോജനം ഉണ്ടായി. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായല്ലോ. അപ്പോൾ എന്താണ് കാര്യവും നിങ്ങൾക്ക് പിടികിട്ടിയല്ലോ. ഇനി അടുത്ത വരിയാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. അപ്പോൾ 1ാമത്തെ കാര്യം വളരെ ശ്രദ്ധിച്ചു കേട്ടോളണം, നല്ലതുപോലെ മനസ്സിലാക്കണം. കാരണം അർത്ഥം മനസ്സിലാക്കിയാലേ ഭട്ടതിരിപ്പാടിൻ്റെ വരികൾ പിടിക്കാൻ പറ്റൂ. അമ്മമാർ കേട്ടോ, ഞാൻ ഒന്നും കൂടെ പറയാം. നിർവ്യാപാരോ, ഒരു ജോലിയും ചെയ്യുന്നില്ല, പ്രവൃത്തി ചെയ്യാത്തവനാണ് അഭി, അങ്ങ് നിശ്ചലനാണ്, നിഷ്കാരണം, ഒരു കാരണവും കൂടാതാണ് അങ്ങ് സൃഷ്ടി നടത്തുന്നത്. ആ സംശയമാണ് ഞാൻ തീർത്തു തന്നത്. നിഷ്കാരണം, ഒരു കാരണവും ഇല്ലാതെ നടത്തുമോ? ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വരി വരുന്നത്. എന്തേ? ഭജസേ ക്രിയാം ഈക്ഷണാക്കിയാം ഇല്ലേ? എന്താ പറഞ്ഞിരിക്കുന്നത്? ഈക്ഷണാക്കിയാം. അതായത് ജനനങ്ങളില്ലാത്ത അല്ലയോ ഭഗവാനെ, അങ്ങേക്ക് ജനനവുമില്ല, അങ്ങേക്ക് മരണവുമില്ല, പക്ഷേ അങ്ങ് ഒരു പ്രവൃത്തി ചെയ്യുന്നു. ആ പ്രവൃത്തിയാണ് ഈക്ഷണാക്കിയാം. ആ പ്രവൃത്തിയിലൂടെ അങ്ങ് സൃഷ്ടി നടത്തുന്നു. അതായത് സൃഷ്ടി നടത്തണം എന്ന് തോന്നുമ്പോൾ ബ്രഹ്മം 2ആയി പിരിയുന്നു. സൃഷ്ടി നടത്തണം എന്ന് തോന്നുമ്പോൾ ബ്രഹ്മം പുരുഷനും പ്രകൃതിയുമായിട്ട് പിരിയും. ആ സമയത്ത് പുരുഷൻ പ്രകൃതിയെ നോക്കും. ഈ നോട്ടത്തെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? ഈക്ഷണമെന്ന് വിളിക്കുന്നത്. ആ നോട്ടത്തിലാണ് പ്രകൃതി സൃഷ്ടി തുടങ്ങുന്നത്. നല്ലതുപോലെ മനസ്സിലായില്ലേ? ഇത് 2ാമത്തെ വരിയിൽ ഇതിനെക്കുറിച്ച് വീണ്ടുകൊണ്ട് അന്നേരം ഞാൻ വിശദമാക്കി തരാം. ആ പ്രകൃതി ഉണരുമ്പോഴാണ് മായയൊക്കെ ഉണരുന്നത്. അത് ഞാൻ മനസ്സിലാക്കി തരാം. എങ്കിലും പറഞ്ഞ കാര്യം മനസ്സിലായില്ലേ? നിഷ്കാരണം കണ്ടോ, അമ്മമാർക്ക് നല്ലപോലെ മനസ്സിലാവുന്നുണ്ടോ? ഭട്ടതിരിപ്പാട് ഭയങ്കര കക്ഷിയാണ്, ഭയങ്കര അറിവുള്ള ആളാണ്. അപ്പം ആ അർത്ഥം മനസ്സിലാക്കിയാൽ നമുക്കിതൊക്കെ നിഷ്പ്രയാസം കാണാതെ പഠിക്കാൻ പറ്റും അമ്മയും. അപ്പം കണ്ടില്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? നിഷ്കാരണം, ഒരു കാരണവും കൂടാതെ. അജ, ജനിക്കാത്തവൻ. ഗുരുവായൂരപ്പന് ജനനവും മരണവും ഇല്ലല്ലോ, ബ്രഹ്മമല്ലേ. ഭജസേ ക്രിയ, ഭജിക്കുന്നു. എന്തായിട്ട്? ക്രിയാം ഈക്ഷണാഖ്യാം. ഈക്ഷണം മനസ്സിലായല്ലോ? നല്ലതുപോലെ മനസ്സിലാക്കേണ്ട ഒരു വാക്കാണത്. സൃഷ്ടി നടത്തണം എന്ന് തോന്നുമ്പോൾ ബ്രഹ്മം പുരുഷനും സ്ത്രീയുമായി പിരിയും. ആ സമയത്ത് പുരുഷൻ സ്ത്രീയെ നോക്കും. ആ പുരുഷന്റെ നോട്ടം കൊണ്ട് ഈ പ്രകൃതി, സ്ത്രീ എന്ന് പറഞ്ഞാൽ പ്രകൃതിയും സ്ത്രീയും ഒന്നാണ്. പുരുഷൻ പ്രകൃതിയെ നോക്കും. അപ്പോൾ ആ സമയത്ത് പ്രകൃതി എന്ത് ചെയ്യും? സൃഷ്ടി നടത്തും. അങ്ങനെ പ്രകൃതി ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കും. പ്രപഞ്ചത്തെ സൃഷ്ടിക്കുക മാത്രമല്ല, ഈ സൃഷ്ടിയിലെ ഓരോ അംശത്തെയും ശ്രദ്ധ ചെലുത്താൻ ദേവതകളെയും സൃഷ്ടിക്കും. ഈ പ്രപഞ്ചത്തിലെ പുൽക്കൊടിയിൽ പോലും ദേവതകൾ ശ്രദ്ധ ചെലുത്തുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഓരോന്നിലും ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. മനസ്സിലായി? അതുകൊണ്ടല്ലേ നമ്മൾ പറയുന്നത്, നമ്മൾ മരിച്ചു കഴിയുമ്പോഴേ, മരിച്ചിട്ട് തിരിച്ച് ജീവിതത്തിലേക്ക് വന്ന എല്ലാവരും പറയുന്നൊരു കാര്യം എന്താണ്? മരിച്ചു കഴിയുമ്പോൾ അതിസുന്ദരിയായ ഒരു സ്ത്രീ വരുമെന്ന് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ. നമ്മുടെ ശരീരത്തിൽ നിന്ന് ജീവൻ വേർപെട്ട് കഴിയുമ്പോൾ നമ്മളൊന്നും പരിഭ്രമിക്കണ്ട. മരണത്തിൽ ജീവൻ വേർപെട്ട് കഴിയുമ്പോൾ അതീവ സുന്ദരിയായ ഒരു സ്ത്രീയാണ് വരുന്നത് നമ്മളെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകാൻ. കാരണം എല്ലാത്തിനും ഓരോരുത്തരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ അവനെ വഴിയെറിഞ്ഞുകൂടാ, അവനെ കൊണ്ടുവരണം പ്രത്യേകമായിട്ട്. ആളിനെ വിട്ടിട്ടുണ്ട്. മനസ്സിലായ? ആ ദേവതമാർ വരും. ഒരു പുൽക്കൊടിയെപ്പോലും രക്ഷിക്കാൻ ദേവതമാർ വരും. വർദ്ധമാന മഹാവീരൻ, അതായത് നമ്മൾ നേരത്തെ കണ്ട രാജാവിൽ നിന്ന് നഗ്നനായി പരിണമിച്ച വർദ്ധമാന മഹാവീരന്റെ ഒരു പ്രധാനപ്പെട്ട ശിഷ്യൻ, ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യനാണ് ഗോശാലൻ.
ഈ ഗോശാലനോടൊരിക്കൽ ഈ സൃഷ്ടിയെക്കുറിച്ച് വർദ്ധമാന മഹാവീരൻ പറഞ്ഞു, നമ്മുടെ ബ്രഹ്മം എന്ന് പറയുന്നത് നിശ്ചലമാണ്. ആ ബ്രഹ്മത്തിന് സൃഷ്ടി നടത്തണമെന്ന് തോന്നുമ്പോൾ ബ്രഹ്മം പുരുഷനും സ്ത്രീയുമായി പിരിയും ഗോശാല. എന്നിട്ട് പുരുഷൻ പ്രകൃതിയെ നോക്കും, സ്ത്രീ എന്ന് പറയുന്നത് പ്രകൃതിയാണ്, രണ്ടും ഒന്നാണ്. പുരുഷൻ പ്രകൃതിയെ നോക്കും, ആ പ്രകൃതി സൃഷ്ടി നടത്തും. ഈ സൃഷ്ടിയിലെ പുൽക്കൊടി പോലും ബ്രഹ്മത്തിന് പ്രധാനപ്പെട്ടതാണ്. ഇതിനകത്തെ പുൽക്കൊടി പോലും ബ്രഹ്മത്തിന് പ്രധാനപ്പെട്ടതാണ്. ആ പുൽക്കൊടിയെപ്പോലും നോക്കാൻ, പുഴുവിനെയും പുൽക്കൊടിയെയും നോക്കാൻ ദേവതകളെ നിയമിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഗോശാലൻ അല്പം യുക്തിചിന്ത ഉള്ള ഒരാളാണ് ഗോശാലൻ. ഗോശാലൻ ഇതങ്ങോട്ട് ദഹിക്കുന്നില്ല. ഗോശാലൻ പറഞ്ഞു, അതെങ്ങനെ നടക്കും? അപ്പോൾ പറഞ്ഞു, ദേ നോക്കൂ, ആ ബ്രഹ്മത്തിൻ്റെ ഒരു തുള്ളി, ആ തുള്ളിയാണ് നിന്നിലിരിക്കുന്നത്. അതേ തുള്ളി തന്നെയാണ് പുല്ലിലും ഇരിക്കുന്നത്, അതേ തുള്ളി തന്നെയാണ് പുഴുവിലും ഇരിക്കുന്നത്. സ്വീകരിച്ച രൂപം മാത്രം വ്യത്യാസമായി പോയെന്നേ ഉള്ളൂ. സാധനം ഒന്ന് തന്നെ, ഒരു മാവ്, അതിനെ പലതായി പരത്തുന്നു, അത്രയേ ഉള്ളൂ അതിൻ്റെ പ്രശ്നം. മനസ്സിലായില്ലേ? ഒരു മണ്ണ്, ആ മണ്ണിനെ നിങ്ങൾക്ക് പരത്തി ചട്ടിയാക്കാം, കുടമാക്കാം, പല പല ഇതാക്കാം. ഇപ്പം നിനക്ക് നിൻ്റെ അസ്തിത്വം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. ആളുകളൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ് ഈ അസ്തിത്വം എന്താണെന്ന്. അസ്തിത്വം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ബ്രഹ്മത്തിൻ്റെ ഭാഗമായ ഒരു തുള്ളി എൻ്റെ ഉള്ളിലിരിക്കുന്നു. ആ തുള്ളിയുടെ ശക്തി കൊണ്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഈ പ്രപഞ്ചത്തിലെ ഓരോരുത്തരിലും ആ തുള്ളിയാണ് ഇരിക്കുന്നത്. അല്ലാതെ ആനയിലിരിക്കുന്ന തുള്ളി ഇച്ചിരി വലുതും പുഴുവിലിരിക്കുന്ന തുള്ളി ചെറുതും എന്ന് കരുതരുത്. മനുഷ്യനിലിരിക്കുന്ന തുള്ളിക്ക് എന്തോ സ്പെഷ്യാലിറ്റി ഉണ്ടെന്നും കരുതരുത്. ആനയിലും സിംഹത്തിലും എന്നിലും എല്ലാം ഇരിക്കുന്നത് പല പല ആകൃതിയുള്ള പാത്രം സ്വീകരിക്കുന്നു എന്നേ ഉള്ളൂ. ഈ സത്യം തിരിച്ചറിയുന്നതാണ് അസ്തിത്വം. അപ്പോൾ അസ്തിത്വം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇംഗ്ലീഷിൽ നമുക്ക് ഐഡൻറ്റിറ്റി എന്ന് പറയാം. ആ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ അതാണ്, ഞാൻ ബ്രഹ്മത്തിൻ്റെ ഭാഗമാണ്, ബ്രഹ്മത്തിൽ നിന്ന് ഒരു തുള്ളി വന്ന് വീണതാണ്. ആ തുള്ളിക്ക് ആത്മാവെന്നോ ഇഷ്ടമുള്ള പേര് വിളിച്ചോ. നമ്മൾ ആത്മാവെന്ന് വിളിക്കുന്നു, നിങ്ങൾക്ക് സൗകര്യമുള്ള പേര് വിളിക്കുക. ആത്മാവെന്ന് വിളിക്കുക, ഇഷ്ടമില്ലാത്തവർ വേറെ വല്ല പേര് വിളിച്ചോടെ, ഇഷ്ടമുള്ളത് നിങ്ങൾ വിളിച്ചോ. ഇത് മനസ്സിലാക്കുന്നതാണ് അസ്തിത്വം. അപ്പോൾ വർദ്ധമാന മഹാവീരൻ പറഞ്ഞു, നിനക്ക് നിൻ്റെ അസ്തിത്വത്തിൽ, അതായത് നീ എന്ന് പറയുന്നത് ബ്രഹ്മത്തിലെ ഒരു തുള്ളിയാണെന്നും ഈ പുൽക്കൊടിയും ബ്രഹ്മത്തിലെ തുള്ളിയാണെന്നും നിനക്കും പുൽക്കൊടിക്കും തമ്മിൽ വ്യത്യാസമില്ലെന്നും നിന്നെ സംരക്ഷിക്കുന്നത് പോലെ ബ്രഹ്മം പുൽക്കൊടിയെയും നോക്കുന്നു. ഇത് നിനക്കറിയില്ല ഗോശാല, നിനക്ക് അസ്തിത്വത്തെക്കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഗോശാലൻ അങ്ങോട്ട് അത്ര കണ്ട് ദഹിക്കുന്നില്ല. ഇവൻ യുക്തിചിന്തകനും കൂടാണ്. അപ്പോൾ ഇവൻ എന്ത് ചെയ്തു എന്നറിയാവോ? അവിടെ ഒരു കുഞ്ഞു സസ്യം നിന്നു, അതിനെ പിഴുതെടുത്തങ്ങ് ദൂരെ കളഞ്ഞു, വേരോടെ പിഴുതെടുത്തങ്ങ് ദൂരെ കളഞ്ഞു. എന്നിട്ട് ഗോശാലൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാരും തടഞ്ഞില്ലല്ലോ. അങ്ങല്ലേ പറഞ്ഞത്, ഇതിനെയൊക്കെ നോക്കാനായിട്ട് പ്രകൃതി ആരെ നിയമിച്ചിട്ടുണ്ട്? ദേവതകളെ നിയമിച്ചിട്ടുണ്ടെന്ന് അങ്ങല്ലേ പറഞ്ഞത്. ദാ നോക്കേ. ഇത് കേട്ട് വർദ്ധമാന മഹാവീരൻ പൊട്ടിച്ചിരിച്ചിട്ട് പറഞ്ഞു, നീ വാ. അവർ രണ്ടുപേരും കൂടെ പട്ടണത്തിലേക്ക് പോയി. ഇവരെന്തിനാ പോകുന്നതെന്നറിയാവോ? പട്ടണത്തിൽ ഭിക്ഷ എടുക്കാൻ വേണ്ടി പോവുകയാണ്, അന്നത്തെ അന്നം കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ആലോചിക്കണേ, ചക്രവർത്തിയായിരുന്ന ആള് പൂർണ്ണ നഗ്നനായി മാറി, ഒരു കാരണവുമില്ലാതെ. നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞാൽ ചുമ്മാ, വെറും ചുമ്മാ. കണ്ടോ? അങ്ങനെയാണ്, അതാണ് നിഷ്കാരണം. ഭട്ടതിരിപ്പാട് പറഞ്ഞ നിഷ്കാരണം, കാരണമില്ലാതെ സൃഷ്ടി നടത്തുന്നു. നാടൻ ഭാഷയെ പറഞ്ഞാൽ ചുമ്മാ, വെറും ചുമ്മാ സൃഷ്ടി നടത്തുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ എന്ത് ചെയ്തു? പട്ടണത്തിൽ പോയി ഭിക്ഷ എടുത്തു, ആഹാരമൊക്കെ കിട്ടി. അപ്പോൾ ഈ സമയത്തൊരു സംഭവം ഉണ്ടായി. നമ്മുടെ ഈ ചെടി അങ്ങോട്ട് മാറിയില്ലേ, മാറി ആ പിഴുതെടുത്ത് കളഞ്ഞ സ്ഥലത്ത് ഉഗ്രമായ ഒരു മഴ പെയ്തു. ആ മഴയത്ത് ആ മഴത്തുള്ളികൾ ഇതിനെ ഒലിപ്പിച്ചു കൊണ്ടുവന്ന് ഇത് എവിടുന്നാണോ പിഴുതെടുത്തത് ആ കുഴിയുടെ അടുക്കലേക്ക് ഇതിനെ കൊണ്ടുവന്നു. ആ സമയത്തൊരു കാറ്റ് വീശി, ആ കാറ്റ് ചരിഞ്ഞു കിടക്കുന്ന ഇതിനെ അങ്ങ് നൂത്തു. ആ സമയത്ത് തന്നെ ഈ മഴത്തുള്ളികൾ മണ്ണിനെ ഒലിപ്പിച്ചു കൊണ്ടുവന്നങ്ങ് മൂടി. അങ്ങനെ മഴയുടെയും കാറ്റിൻ്റെയും സഹായത്തോടെ നിമിഷങ്ങൾക്കുള്ളിൽ ആ ചെടി അതിൻ്റെ സ്വാഭാവികതയിലേക്ക് വന്നു. മനസ്സിലായ? രോമാഞ്ചം ഉണ്ടാവത്തില്ലേടി? രോമാഞ്ചം. വർദ്ധമാന മഹാവീരൻ പറഞ്ഞ കാര്യമാണ് ഈ പറയുന്നത്, ഒരു നടന്ന സംഭവം പറയുന്നത്. മനസ്സിലായ? ഒരു മഴ പെയ്യുന്നു,
ആ മഴ ഒലിച്ചു വരുന്നു, ഈ ചെടിയെ നീക്കിക്കൊണ്ടുവരുന്നു, ആ കുഴിയിലേക്ക് ഈ ചെടി വരുന്നു, ഒരു കാറ്റ് വരുന്നു, ചെടി ഇങ്ങനെ നൂന്ന് വരുന്നു, ആ മഴത്തുള്ളി കുറച്ച് മണ്ണൊലിപ്പിച്ചു കൊണ്ടുവരുന്നു, അതിനകത്തിട്ട് മൂടുന്നു, ഡിം, പഴയതുപോലെ ആ ചെടി അവിടെ അങ്ങനെ നിൽക്കുകയാണ്. കണ്ടോ, ഒരു ഫിലിം, ഒരു സിനിമ കഥ, ഒരു ഫിലിം കാണുന്നത് പോലെ തോന്നുന്നില്ലേ? അവിശ്വസനീയം, അവർണ്ണനീയം എന്ന് പറയാം. കുറെ കഴിഞ്ഞപ്പോൾ ആര് തിരിച്ചു വന്നു? വർദ്ധമാന മഹാവീരനും ആരും ശിഷ്യനായ ഗോശാലനും കൂടെ തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ ആ ചെടി അതേ കണക്ക് നിൽക്കുന്നു. അപ്പോൾ വർദ്ധമാന മഹാവീരൻ പറഞ്ഞു, കണ്ടോ കണ്ടോ, ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, ബ്രഹ്മം, ആ ബ്രഹ്മത്തിന് പുൽക്കൊടിയെ വരെ ശ്രദ്ധിക്കുന്നു. അത് വെച്ചിരിക്കുന്നത് കണ്ടോ ഗോശാല, ബ്രഹ്മത്തെ സംബന്ധിച്ചിടത്തോളം നീയും പുല്ലും ഒന്ന് തന്നെയാണ്. ഗോശാല, നീ ഒന്ന് ബ്രഹ്മത്തെ സംശയിച്ചു, രണ്ട് ആ ബ്രഹ്മത്തിൻ്റെ ഇത് പരീക്ഷിക്കാൻ വേണ്ടി ഒരു പാവൻ ചെടിയെ പിഴുതു കളഞ്ഞു. അതുകൊണ്ട് ഗോശാല, നമ്മൾ ഇവിടെ വെച്ച് വേർപിരിയുന്നു. ഇനി ഒരിക്കലും നിന്നെ ഞാൻ എൻ്റെ കൂടെ കൂട്ടുകയില്ല. ബ്രഹ്മത്തെ സംശയിച്ചവനെ ഒരിക്കലും ഞാൻ കൂട്ടില്ല. അതിനുവേണ്ടി ചെടി പിഴുതവനെയും ഞാൻ കൂട്ടില്ല. അവിടെ വച്ച് വഴിപിരിഞ്ഞ് വർദ്ധമാന മഹാവീരൻ ഗോശാലനെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണ്. ഓർമ്മിക്കുക, വീട്ടിൽ നിൽക്കുന്ന ഒരു ചെടി പോലും അനാവശ്യമായി പിഴുകരുത്. പിന്നെ അതങ്ങ് കാട് കയറി നമുക്ക് ശല്യം ഉണ്ടാക്കുന്ന തരത്തിൽ പാമ്പും ഒക്കെ കയറുന്നു. അപ്പോഴും നിങ്ങൾക്ക് അതിനോട് ക്ഷമ ചോദിച്ചുകൊണ്ട് പിഴുത് കളയാം. അത് പറയുന്നത് പറ്റുമെങ്കിൽ അവരെ കൊണ്ട് വേരോടെ പിഴുവാൻ പറ്റുന്നതൊക്കെ പിഴുതെടുത്ത് വേറെ എങ്ങോട്ടേക്കെങ്കിലും പൊട്ടിമുളയ്ക്കാൻ അവസരമുള്ളിടത്തോട്ടിടുക, അല്ലെങ്കിൽ പോകട്ടെ. അപ്പോൾ വീട്ടിൽ വരുന്ന പാറ്റ, പല്ലി, ആ പാറ്റ കയറാതെ നോക്കുക. അല്ലാതെ അതിനുള്ളൊരു അവസരം കൊടുത്തിട്ട് പാറ്റാടെ മരുന്നടിച്ച് അതിനെ കൊല്ലുന്നതൊക്കെ ഉണ്ടല്ലോ. നിങ്ങൾ ബ്രഹ്മത്തെയാണത്, ബ്രഹ്മം ഇതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ പലരും പറയാറുണ്ട്, ഞാൻ ഒരു പാപവും ചെയ്തിട്ടില്ലേ, ഞാനറിയ ഒരു പാപവും ഞാൻ ചെയ്തിട്ടില്ലേ ഭഗവാനേ. തലേന്നും പാറ്റ അടിച്ചു വന്നതാണ്, വീട്ടിൽ കയറിയ പാമ്പിനെ അടിച്ചു വന്നതാണ്. മനസ്സിലായി? ആ പാമ്പ് ഇങ്ങോട്ടൊന്നും ചെയ്യത്തില്ല, നിങ്ങളെ യാതൊന്നും ചെയ്യത്തില്ല. ആ പാമ്പിനെ ചെന്ന് ചവിട്ടുകയോ പാമ്പിനെ ചെന്ന് തട്ടുകയോ ചെയ്താലേ അത് ചെയ്യത്തുള്ളൂ. ആ പാവത്തിന് അതിൻ്റെ ദേഹത്ത് വിഷം ഉണ്ടെന്ന് പോലും അറിയില്ല. ആ വിഷം നിറച്ചു വെച്ചത് വേറെ ആളാണ്, ഭഗവാനാണ്. പല്ലിയെ കണ്ട, ചെലന്തിയെ കണ്ട നിങ്ങൾ അടിച്ചു കൊല്ലും. ഇതെല്ലാം ചെയ്തിട്ടാണ് പറയുന്നത്. പിന്നെ അതും പോരാഞ്ഞിട്ട് ബ്രഹ്മം, ആ ബ്രഹ്മമായ കോഴി, മനസ്സിലായില്ലേ, ആ കോഴിയെ അങ്ങോട്ട് കൊണ്ടുവന്ന് ആ കോഴിയെ വല്ലവനും കണ്ടിച്ചു കൊടുക്കും. കാരണം എനിക്ക് വയ്യേ കണ്ടിക്കാൻ. കണ്ടിക്കുന്നവന് പാവം ഇരുന്നോട്ട്. കണ്ടിക്കുന്നവന് മാത്രമല്ല, തിന്നുന്നവനും പാവമാണ്. കാരണം കണ്ടിക്കുന്നവനേക്കാൾ പാവമാണ് തിന്നുന്നവന്. കാരണം നിങ്ങൾക്ക് വേണ്ടി അവൻ കണ്ടിക്കുന്നത്, നിങ്ങളാരും തിന്നില്ലെങ്കിൽ അവൻ കണ്ടിക്കത്തില്ല. എന്നിട്ട് നമ്മൾ ഇരുന്നുകൊണ്ട് എന്താ പറയുന്നത്? ഞാനറിയ ഒരു പാവവും ചെയ്തിട്ടില്ല ഭഗവാനേ ഈ ജന്മം. കോഴിക്കാല് കടിച്ചു പറിച്ചുകൊണ്ടിരിക്കുക. കോഴിക്കാല് കടിച്ചു പറിച്ചിട്ടാ പറയുന്നത്, ഞാനറിയേ ഒരു പാപവും ചെയ്തിട്ടില്ല. ഒരു ജീവിയെ നിങ്ങൾ തിന്നുകയാണ്. പാറ്റയെ അടിച്ചു കൊല്ലും. ചെലന്തി വന്നു കഴിഞ്ഞാലോ, ചെലന്തി വല നിങ്ങൾ കളഞ്ഞോ, പക്ഷെ ആ ചെലന്തിയെ നിങ്ങൾ അടിച്ച് അവിടെ ഇട്ട് നിങ്ങൾ അടിച്ച് അതിനെ കൊന്നുകളയും. അപ്പോൾ ഇതൊക്കെ ഏതാണ്? പാപങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു സംശയം തോന്നാം, ഇങ്ങനെ ബ്രഹ്മത്തിന് ഇങ്ങനെ അങ്ങ് ശക്തിയോ, ഇത്രയും ശക്തിയുണ്ടോ, അങ്ങനെയൊക്കെ നടക്കുമോ? ബ്രഹ്മത്തിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ഈ ബ്രഹ്മത്തിൻ്റെ ഒരു തുള്ളിയാണല്ലോ ആരെന്ന് പറയുന്നത്? നമ്മൾ. അന്ന് ബ്രഹ്മത്തിൻ്റെ ഒരു തുള്ളി, കാരണം ബ്രഹ്മം കടലാണ്. ബ്രഹ്മം, ഞാൻ നേരത്തെ പറഞ്ഞു, ബ്രഹ്മം കടലാണ്. ആ കടലിൽ നിന്ന് നമ്മൾ ഒരു തുള്ളി എടുക്കുന്നു. ആ തുള്ളിയുടെ കാര്യം ഞാൻ പറഞ്ഞു തരാം. ഇവിടെ ഒരു തെക്കേ ഇന്ത്യയിൽ ഒരു ബ്രഹ്മയോഗിയായ സന്യാസി ഉണ്ടായിരുന്നു. അദ്ദേഹം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ 10 ഡോക്ടർമാരെ വെല്ലുവിളിച്ചു. ഈ 10 ഡോക്ടർമാരെ വെല്ലുവിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളതാ ഇച്ചിരി കഴിയുമ്പോൾ എന്നെ പരിശോധിക്കുക, ഞാൻ മരിച്ചിരിക്കും, പക്ഷേ ഞാൻ തിരിച്ചു വരും. ഡോക്ടർമാർ അത്ഭുതപ്പെട്ടു പോയി. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ 10 ഡോക്ടർമാർ നിരന്നു നിൽക്കുകയാണ്. തെക്കേ ഇന്ത്യയിലെ മനുഷ്യനാണ്. ഇന്ത്യക്കാരെ ഒരു കാരണവശാലും യൂറോപ്യൻസ് അക്സെപ്റ്റ് ചെയ്യത്തതുമില്ല എന്നുള്ള സത്യവും കൂടെ നിങ്ങൾ മനസ്സിലാക്കണേ. അപ്പോൾ ഈ ബ്രഹ്മയോഗി എന്ത് ചെയ്തു? ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ അവസ്ഥയിലിരുന്നതിന് ശേഷം ശരീരം നിശ്ചലമായി കിടന്നു. അപ്പോൾ ഡോക്ടർമാർ വന്ന് പരിശോധിച്ചു. ശ്വാസം നിന്നു, നെഞ്ചിടിപ്പില്ല, ഞരമ്പുകളുടെ പ്രവർത്തനങ്ങൾ, സകലവിധ പ്രവർത്തനങ്ങളും എന്ത് ചെയ്തു? അവസാനിച്ചു. 10 മിനിറ്റ്. മനസ്സിലായില്ലേ? അപ്പോൾ ഡോക്ടർമാർ സർട്ടിഫിക്കറ്റ് എഴുതി. ഡോക്ടർമാർ ശാസ്ത്രത്തിൻ്റെതായ എല്ലാ രീതിയിലും നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞു, ഹൃദയം നിന്നു കഴിഞ്ഞു, ഞരമ്പുകളുടെ എല്ലാം പ്രവർത്തനം നിന്നു കഴിഞ്ഞു, സകലതും നിന്നു കഴിഞ്ഞു.
അപ്പോൾ പത്ത് ഡോക്ടർമാരും സർട്ടിഫിക്കറ്റ് എഴുതി ഈ ബ്രഹ്മയോഗി മരിച്ചു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ താണ്ട എഴുന്നേറ്റു. അപ്പോൾ ഡോക്ടർമാർ അമ്പരന്ന് പോയി. അപ്പോൾ ചോദിച്ചു, നിങ്ങളാണ് എനിക്ക് സർട്ടിഫിക്കറ്റ് തന്നത്? മനസ്സിലായില്ലേ? നിങ്ങളല്ലേ പറഞ്ഞത് ഞാൻ മരിച്ചെന്ന്. അപ്പോൾ അവർ പറഞ്ഞു, ഇത് എന്താണ് ഈ നടക്കുന്നത്? അപ്പോൾ ഇതേ പരീക്ഷണം ഈ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ മാത്രമല്ല, ലണ്ടനിലും കൊൽക്കട്ടയിലും റങ്കൂണിലും വെച്ചിട്ട് എന്ത് ചെയ്തു എന്നറിയാമോ? ഇദ്ദേഹം ഇത് കാണിച്ചു. അപ്പോൾ ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞു എന്നറിയാമോ? നോക്ക്, നമ്മുടെ പ്രാണൻ, അതായത് ആത്മാവ്, ഈ ആത്മാവിനെ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു വശത്തേക്ക് നമുക്ക് ഒതുക്കാൻ പറ്റും. ആ ഒതുക്കി വെച്ചാൽ നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ചെയ്യുന്നതൊക്കെ കണ്ടുപിടിക്കാൻ മെഷീനെ കൊണ്ട് പറ്റും. പക്ഷേ ഇന്ദ്രിയങ്ങൾക്കും അപ്പുറമാണ് ആ സംഗതി. പ്രാണന് ഞാൻ അവിടെ ഇങ്ങനെ ഒതുക്കി വെക്കും. ഒതുക്കി വെച്ച് കഴിയുമ്പോൾ എൻ്റെ ബോഡി മരിച്ചു കഴിയും. അത് കഴിഞ്ഞിട്ട് ഇതേ പ്രാണനെ എനിക്ക് തിരിച്ചെടുക്കാനും പറ്റും. കാര്യം മനസ്സിലായ? അപ്പോൾ ഈ 10 ഡോക്ടർമാരും പറഞ്ഞൊരു വാചകമുണ്ട്, ഇനി ഒരിക്കലും ഞങ്ങൾ ഒരു മനുഷ്യർക്കും മരണ സർട്ടിഫിക്കറ്റ് എഴുതില്ല. കാരണം ഞങ്ങൾ മരിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഈ പ്രാണൻ ഒതുക്കി വെച്ചിരിക്കുക. ഇവന് ആ പ്രാണനെ തിരിച്ചു കയറാൻ ഉള്ള വിദ്യ അറിയാൻ വയ്യാത്തത് കൊണ്ടാണ് ഇവൻ മരിച്ചു പോയി കിടക്കുന്നത്. അറിയാമെങ്കിൽ ഇവന് വീണ്ടും കയറാൻ പറ്റും. ഈ യോഗിക്ക് അങ്ങനെ. ഈ യോഗിക്ക് ഇനി മരിക്കണമെങ്കിൽ ഇത് നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാലേ നമുക്ക് മരിക്കാൻ പറ്റൂ. നിങ്ങൾക്കത് അറിയാൻ വയ്യാത്തതുകൊണ്ടാണ്, മനസ്സിലായില്ലേ? പക്ഷെ നമുക്കിത് അറിയില്ല. അദ്ദേഹം ആ പ്രാണനെ തൻ്റെ ഉള്ളിൽ ഒതുക്കി. അപ്പോൾ പ്രവർത്തനം മൊത്തം തീർന്നു, മരിച്ചു. ആ ശരീരത്തിലേക്ക് വീണ്ടും കയറാൻ പറ്റും. അങ്ങനല്ലേ ശങ്കരാചാര്യ സ്വാമി ചെയ്ത്? ശങ്കരാചാര്യ സ്വാമി തൻ്റെ ബോഡി അവിടെ കിടത്തിയിട്ട് ഇല്ലേ, മറ്റൊരു മരിച്ചുപോയ രാജാവിൻ്റെയിലേക്ക് രതിക്രീഡ പഠിക്കാൻ വേണ്ടി കയറിയ കഥയുണ്ടല്ലോ. അതിപ്പോൾ സമയമില്ലാത്തതുകൊണ്ടാണ് അത് ഞാൻ പറയുന്നില്ല, ഞാൻ പിന്നെ പറഞ്ഞു തരാം. അങ്ങനെ ശങ്കരാചാര്യ സ്വാമി കയറിയില്ലേ, അത് കഴിഞ്ഞ് തർക്കിക്കാൻ വേണ്ടി രതിലീലയെക്കുറിച്ച് ശങ്കരാചാര്യ സ്വാമികൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം സ്വാമികൾ വന്ന് തിരിച്ച് തൻ്റെ ബോഡിയിലോട്ട് കയറിയില്ലേ. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് ഇതാണ്, ഇനി ഒരിക്കലും മരണ സർട്ടിഫിക്കറ്റ് എഴുതില്ല. കാരണം ഈ മരിക്കുന്ന മനുഷ്യർക്കൊന്നും പ്രാണനെ തിരിച്ചു കയറ്റാൻ അറിയാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ ബോഡി ഇങ്ങനെ കിടക്കുന്നത്. അവൻ തിരിച്ചു കയറ്റാൻ അറിയാവുന്നവനാണെങ്കിൽ ഞാൻ സർട്ടിഫിക്കറ്റ് എഴുതിയാലും ഇച്ചിരി കഴിയുമ്പോൾ തിരിച്ചു കയറും. നോക്ക്, ബ്രഹ്മത്തിൻ്റെ ഒരു തുള്ളി മാത്രമായ സിദ്ധയോഗിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ പിന്നെ ബ്രഹ്മത്തിൻ്റെ കാര്യം പറയണോ? ആലോചിച്ച് നോക്ക്. ബ്രഹ്മത്തിൻ്റെ ശക്തി എന്താണെന്ന് ആലോചിച്ച് നോക്ക്. കടലിലെ ഒരു തുള്ളിയാണ് ഡോക്ടർമാരും മരിച്ചു എന്ന് സർട്ടിഫിക്കറ്റ് എഴുതിയിട്ട് മരിച്ചില്ല തിരിച്ചു വന്നത്. അപ്പം കടലിൻ്റെ ശക്തി എന്തായിരിക്കുമെന്ന് ചിന്തിച്ചു നോക്കേ നിങ്ങൾ. ഈ ബ്രഹ്മത്തെ ഉണർത്തിക്കഴിഞ്ഞാൽ എന്താ കാണാൻ പറ്റാത്തത്? ബ്രഹ്മത്തെ അതിനാ ഞാൻ നിങ്ങളുടെ അടുത്ത് എപ്പോഴും പറയുന്നത് മൗനം പാലിക്കാൻ. നിങ്ങൾ ഈ പുറത്ത് നിന്ന് ഇന്ദ്രിയങ്ങളെ പിൻവലിക്കണം, പുറത്തേക്ക് നോക്കാതെ. വെറും മൗനം പാലിച്ചിട്ട് പോരാ. ഞാനൊക്കെ 1.5 വർഷമൊക്കെ ഒരേ കണക്ക് മൗനവ്രതം എടുത്ത ഒരാളാണ്. പക്ഷെ ആ സമയത്ത് പുറം ലോകവുമായിട്ടും അധികം ബന്ധത്തിലേക്ക് പോകത്തില്ല. ഇന്ദ്രിയങ്ങളെ അകത്തേക്ക് എടുക്കണം. അപ്പോൾ പുറത്തെ ശബ്ദം നിൽക്കുമ്പോൾ അകത്തെ ശബ്ദം കേൾക്കാൻ പറ്റും ബ്രഹ്മത്തിൻ്റെ. ആ ബ്രഹ്മത്തിൻ്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, പിന്നെ നിങ്ങൾ വേറൊരാളാണ്. നിങ്ങൾക്കൊന്നും ഒരു കുഴപ്പം വരില്ല. നിങ്ങൾക്ക് യാതൊന്നിലും ഒരു കുഴപ്പം വരില്ല. മനസ്സിലായില്ലേ? ആ ബ്രഹ്മം നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യൻ്റെ പേരെന്താണെന്നറിയാവോ? മെഹർ ബാബ എന്നായിരുന്നു ആ മനുഷ്യൻ്റെ പേര്, മെഹർ ബാബ. ഈ മെഹർ ബാബ ഇതുപോലെ ഈ മൗനവ്രതം എടുക്കും. വർഷങ്ങളോളം മൗനവ്രതം എടുത്തിട്ട് ഇന്ദ്രിയങ്ങളെയൊക്കെ അടക്കി തൻ്റെ ഉള്ളിലിരിക്കുന്ന ബ്രഹ്മത്തിൻ്റെ, അതായത് ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞിട്ടില്ലേ, ദൈവത്തെ കാണാം എന്നൊരു വീഡിയോ ഞാൻ ഇറക്കിയിട്ടുണ്ട്. എങ്ങനെ ദൈവത്തെ കാണാം? ആ ദൈവത്തെ കാണാം എന്നുള്ള വീഡിയോയ്ക്കകത്ത് ഇങ്ങനെ മൗനവ്രതം എടുത്തു കഴിയുമ്പോൾ ഉള്ളിൽ നിന്ന് ഓംകാര ശബ്ദം കേൾക്കാം. നമുക്ക് ഓം എന്ന ശബ്ദം കേൾക്കാം. ഇപ്പം അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനിപ്പോൾ കടലിന് 1 കിലോമീറ്റർ അകലെയാണ് താമസിക്കുന്നത്. പക്ഷേ അർദ്ധരാത്രി 2:30 മണിക്ക് എണീറ്റാൽ എനിക്ക് കടലിൻ്റെ ശബ്ദം കേൾക്കാം. പകൽ കേൾക്കാൻ പറ്റത്തില്ല, കാരണം ഇവിടുത്തെ ബഹളങ്ങൾ കാരണം കേൾക്കാൻ പറ്റത്തില്ല. അതുപോലെ പുറത്തെ കാര്യങ്ങളിൽ വ്യാപരിക്കുന്നത് കൊണ്ട് അകത്തിരുന്ന ഒരാൾ എപ്പോഴും ഓമെന്ന് ഉരുവിടുന്നുണ്ട്. ഈ പുറത്തെ ബഹളത്തിൽ കേൾക്കാത്തതാ. അതിൽ നിന്ന് ശ്രദ്ധ ചെലുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അകത്തെ ശബ്ദം കേൾക്കാം. അപ്പോൾ ഈ മെഹർ ബാബ ഹൈദരാബാദിനടുത്തൊരു ആശ്രമം പണിഞ്ഞിട്ട് ഈ മെഹർ ബാബ ആ ആശ്രമ സ്ഥലത്തേക്ക് വന്നു. അതിൻ്റെ പ്രവേശന ഉദ്ഘാടനമാണ്. ഉദ്ഘാടനത്തിൻ്റെ അന്ന് വന്ന് മെഹർ ബാബ ഇങ്ങനെ നോക്കി നിന്നു.
നോക്കി നിന്നിട്ട് മെഹർ ബാബ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു, ഇല്ല ഈ ആശ്രമത്തിലേക്ക് ഞാൻ കയറുന്നില്ല എന്ന് ആംഗ്യം കാണിച്ചു. അദ്ദേഹം തിരിച്ചുപോയി. അന്ന് രാത്രി ആ ആശ്രമം ഇടിഞ്ഞു വീണു. അപ്പം അതിനകത്തുണ്ടെങ്കിൽ മരിച്ചതിനെ കാരണം മെഹർ ബാബ പറയുന്നുണ്ട്, എൻ്റെ അകത്തിരിക്കുന്ന ഓംകാര ശബ്ദം എന്നോട് പറഞ്ഞു അരുത് 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 എന്ന് പറഞ്ഞു. നിങ്ങൾ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ഈ ഓംകാര ശബ്ദം പറയുന്നുണ്ട്. നിങ്ങൾ കേൾക്കുക. മെഹർ ബാബ ലണ്ടനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരാൻ വേണ്ടി ഒരു വിമാനത്തിൽ കയറുന്നു. ആ വിമാനം വഴിക്ക് വെച്ച് ഏതോ ഒരു എയർപോർട്ട്, ഞാൻ പേര് മറന്നുപോയി, ഞാൻ മുമ്പ് വായിച്ചതാണ്, ഏതോ ഒരു എയർപോർട്ടിൽ ഇറങ്ങി ഇന്ധനം നിറയ്ക്കാൻ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇദ്ദേഹം ഈ പ്ലെയിനിനകത്ത് കയറത്തില്ല, കയറത്തില്ല, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. ആ പ്ലെയിൻ ഉയർന്ന ആകാശത്ത് ചെന്നപ്പോൾ വിമാനാപകടം, അവിടെ ഇരുന്ന എല്ലാവരും മരിച്ചു. അപ്പോൾ മെഹർ ബാബ പറഞ്ഞു, എൻ്റെ ഉള്ളിലിരുന്ന് ആരോ വിലക്കി, അരുത് 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 എന്ന് വിലക്കി. അത് അദ്ദേഹം പറയുകയും ചെയ്തു യാത്രക്കാരോട്, അരുത് അരുത് എൻ്റെ ഉള്ളു വിലക്കുന്നു. ബാക്കിയുള്ളവർ ചിരിച്ചോണ്ടിരുന്നു, അങ്ങേരെ ഉള്ളു വിലക്കുന്നു, ദാ കിടക്കുന്നു. നിങ്ങൾ ഓരോ വട്ടവും ആലോചിക്കുക. ഇപ്പം ഒരാൾ പുറത്തു പോയി കാറിടിച്ചു മരിക്കുന്നു. സത്യത്തിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിലിരുന്നു കൊണ്ട് ആ ഓങ്കാരം പറയുന്നുണ്ട്, അരുത് അരുത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ നിങ്ങൾ പുറമേയുള്ള ശബ്ദങ്ങളിലാണ് താല്പര്യം. അതുകൊണ്ടാണ് വണ്ടി ഓടിച്ച് നിങ്ങളങ്ങ് ചത്തുപോകുന്നത്. നിങ്ങളൊരു ഫ്ലൈറ്റിൽ കയറുമ്പോൾ ആ ഫ്ലൈറ്റ് ഇത് അപകടത്തിൽ പെടാൻ പോവുകയാണെന്ന് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ഓങ്കാരം പറയുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളിലേക്ക് നോക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ കുരുക്കി ചെന്ന് ചാടുന്നത്, നിങ്ങൾ അപകടങ്ങളിൽ ചെന്ന് ചാടുന്നത്. നിങ്ങൾ നടന്നു പോകുമ്പോൾ ഒരു വലിയ കുഴിയുണ്ടെങ്കിൽ ഓങ്കാരം പറയും, ഉണ്ടെന്ന് പറയും. പക്ഷെ നിങ്ങളത് ഗൗനിക്കുന്നില്ല. നിങ്ങളുടെ താല്പര്യം മുഴുവനും ഈ പുറത്ത് കാണുന്ന താൽക്കാലിക സുഖങ്ങളിലാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഒന്നാമത്തെ വരിയുടെ അർത്ഥം, നിശ്ചലനാണ് ബ്രഹ്മം. ആ ബ്രഹ്മത്തിന് ഒരു പ്രവൃത്തിയും ചെയ്യുന്നില്ല. പക്ഷേ പ്രത്യേകിച്ച് ഒരു കാരണവും കൂടാതെ ബ്രഹ്മത്തിനൊരു നിമിഷം തോന്നും പ്രവൃത്തി ചെയ്യാമെന്ന്. അപ്പോൾ ബ്രഹ്മം പുരുഷനെന്നും പ്രകൃതി എന്നും രണ്ടായിട്ട് പിരിയും. അങ്ങനെ പിരിഞ്ഞതിന് ശേഷം ഈ പുരുഷൻ പ്രകൃതിയെ നോക്കും. ആ നോട്ടത്തിനാണ് ഈ ക്ഷണം എന്ന് പറയുന്നത്. അതാണ് പ്രവൃത്തിക്കാണ് ക്രിയാവീക്ഷണം. അപ്പോൾ പ്രകൃതി സൃഷ്ടി തുടങ്ങും. അങ്ങനെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കും. ഈ പ്രപഞ്ചത്തിലെ ഒരു കുഞ്ഞു ജീവജാലത്തെ വരെ സംരക്ഷിക്കാൻ ദേവതകളെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങളെ എല്ലാം സംരക്ഷിക്കാൻ ദേവതകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ ബ്രഹ്മത്തിൻ്റെ തുള്ളി ഇരിപ്പുണ്ട്. ആ തുള്ളി എപ്പോഴും, ആ തുള്ളിക്ക് നിങ്ങൾക്ക് ആത്മാവെങ്കിൽ ആത്മാവ് ഇഷ്ടമുള്ള പേര് വിളിക്കാം. ഈ അതായത് കടലിൻ്റെ ഒരു തുള്ളി മാറ്റുന്നത് പോലെ ബ്രഹ്മത്തിൻ്റെ ഒരു തുള്ളി നിങ്ങളുടെ ഉള്ളിലിരിപ്പുണ്ട്. ആ തുള്ളി എപ്പോഴും ഓങ്കാരം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ കേൾക്കുന്നില്ല. നിങ്ങൾ ഇപ്പം നിങ്ങളുടെ കല്യാണം നിശ്ചയിക്കുന്നു, നിങ്ങളെ കാണാൻ ഒരു ചെറുക്കം വരുന്നുണ്ട്. ഈ അകത്തിരുന്ന് ഓങ്കാരം പറയുന്നുണ്ട്, അരുത് അരുത്, ഇവൻ ഫ്രോഡാണ്, നിനക്ക് ബന്ധം ഒഴിയേണ്ടി വരും. നമ്മളറിയുന്നില്ല, നമ്മളിതിന് ചെവി കൊടുക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെയെങ്കിലും കുഞ്ഞുനാൾ തൊട്ടേ 1 മണിക്കൂറെങ്കിലും മൗനവ്രതം, ഒരു തമാശയ്ക്ക്, ഒരു കളി, നമ്മൾ കൊച്ചു പിള്ളേരുമായിട്ട് പല പല കളി കളിക്കത്തില്ലേ, ചോറും കറിയൊക്കെ വെച്ച് കളിക്കത്തില്ലേ, അതുപോലെ ഒരു കളിയായിട്ട് മൗനശീലത്തെ വളർത്തിക്കൊണ്ട് വരണം. അപ്പം മനസ്സിലായില്ലേ? അപ്പം അതിനെ ഓരോന്നിനെയും സംരക്ഷിക്കുന്നു. അപ്പം നമ്മുടെ ഉള്ളിലുള്ള ബ്രഹ്മത്തിൻ്റെ ശക്തി എന്താണെന്ന് മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് നിങ്ങൾ എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഒരാൾ സത്യസായി ബാബയുടെ അടുത്ത് എന്ന് ചോദിച്ചു, നിങ്ങൾ ദൈവമാണോ? സായിബാബ പറഞ്ഞു, ഞാൻ ദൈവമാണ്, അതെനിക്കറിയാം. പക്ഷേ നീയും ദൈവമാണ്. ഞാൻ ദൈവമാണെന്ന് ഞാൻ അറിയുന്നു, നീ ദൈവമാണെന്ന് നീ അറിയുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ആ വരി മനസ്സിലായില്ലേ? നിർവ്യാപാരോ. ഒന്നും കൂടെ പറഞ്ഞു നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാകും. നിർവ്യാപാരോ അഭി. ഭട്ടതിരിപ്പാട് എപ്പോഴും ആദ്യത്തെ 2 വരികളിലാണ് ഗഗനമായ തത്വങ്ങൾ ഒളിച്ചു വെക്കുന്നത്. ലാസ്റ്റത്തെ 2 വരി അതിൻ്റെ റിപ്പീറ്റ് ആയിരിക്കും. നിർവ്യാപാരോ അഭി. അങ്ങ് പ്രവർത്തികളൊന്നും ചെയ്യുന്നില്ല, വ്യാപാരം ചെയ്യുന്നില്ല, നിശ്ചലനായ ബ്രഹ്മമാണ്. എങ്കിലും അഭി എന്ന് പറഞ്ഞാൽ എങ്കിലും നിഷ്കാരണം, ഒരു കാരണവും കൂടാതെ, അജ അല്ലയോ അജനായ ജനനമില്ലാത്ത ഭഗവാനെ, ഭജസേ അങ്ങ് ഭജിക്കുന്നു,
ക്രിയ, അങ്ങൊരു പ്രവൃത്തി ചെയ്യുന്നു. ഈ ക്ഷണാഖ്യാം, എന്താണ് ഈ ക്ഷണാഖ്യാം? പ്രകൃതിയെ നോക്കുന്ന ക്രിയ ചെയ്യുന്നു. മനസ്സിലായല്ലോ? ഇനി നമുക്ക് രണ്ടാമത്തെ വരി എപ്പോഴും ആലോചിക്കുക. 1ഉം 2ഉം വരികളാണ് ഭട്ടതിരിപ്പാട് ഗഹനമായ തത്വങ്ങൾ. 3ഉം 4ഉം വരി ഈ തത്വങ്ങളും നേരത്തെ പറഞ്ഞ കാര്യങ്ങളും റിപ്പീറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒന്നാമത്തെ വരി നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായല്ലോ. ഇനി നമുക്ക് രണ്ടാമത്തതിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. അടുത്തത് എന്താണ്? തേനൈവോ, തേന അധികം ഏവ. തേനൈവോ എന്ന് പറഞ്ഞാൽ അതിനാൽ, അതുകൊണ്ട് തന്നെ. ഏതുകൊണ്ട് തന്നെ? ഒന്നാമത്തെ വരിയിൽ ഒരെണ്ണം പറഞ്ഞല്ലോ, ഒരു ക്രിയ. ഏതാ ക്രിയ? ഈക്ഷാണാം എന്ന ക്രിയ കൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ സൃഷ്ടി നടത്തുന്ന അവസരത്തിൽ ബ്രഹ്മത്തിലെ പുരുഷൻ പ്രകൃതിയെ നോക്കുന്ന ക്രിയ കൊണ്ട് തന്നെ ഉദിക്കുന്നു. പക്ഷെ ഇത് ചേർത്തെഴുതുമ്പോൾ എങ്ങനെ വായിക്കും? തേനൈവോ ദേദി. ചേർത്തെഴുതുമ്പോൾ അങ്ങനെ തേനൈവോ ദേദി. പിരിച്ചെഴുതുമ്പോൾ ഉദതി. അപ്പോൾ ബ്രഹ്മത്തിലെ പുരുഷൻ പ്രകൃതിയെ നോക്കുന്ന ക്രിയ കൊണ്ട് തന്നെ ലീന, ലീന ലയിച്ചിരിക്കുന്നവളാണെങ്കിലും പ്രകൃതി രസതി. ആരാ ഒളിച്ചിരിക്കുന്നത്? പ്രകൃതി ബ്രഹ്മത്തിൽ അലിഞ്ഞു കിടക്കുകയാണ്, കാണാൻ പറ്റുന്നില്ല. അസതി, പ്രകൃതി അധികം അസതി. ചേർത്തെഴുതുമ്പം പ്രകൃതി രസതി എന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ രസതി എന്ന് പറയുന്ന സംഭവം ആരാണ്? അസതി. അസതി ഇല്ലാത്തതിന് തുല്യമെങ്കിലും. ഏതാ ഇല്ലാത്തതിന് തുല്യം? പ്രകൃതി. ഈ പ്രകൃതി ഇല്ലാത്തതിന് തുല്യമാണ്. കാരണം ഉള്ളത് കണ്ണുകൊണ്ട് കാണണ്ടേ. പക്ഷേ ബ്രഹ്മത്തിൽ ലയിച്ചു കിടക്കുകയാണ്. അതുകൊണ്ട് ഇല്ലാത്തതിന് തുല്യമാണെങ്കിലും കൽപ്പാദികാലേ, കൽപ്പാദികാലത്തിൽ ഈ പ്രകൃതി എന്ത് ചെയ്യുന്നു? പ്രപഞ്ച സൃഷ്ടിയെ നടത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പ്രപഞ്ചം ഉദിക്കുന്നു എന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതായത് ബ്രഹ്മത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നവളും അതുകൊണ്ട് തന്നെ ഇല്ലെന്ന് പറയേണ്ടവളുമായ പ്രകൃതി കൽപ്പാദികാലത്തിൽ, അതായത് സൃഷ്ടി നടത്തുന്ന സമയത്ത്, ആ സമയത്ത് എന്ത് ചെയ്യുന്നു? ഉദിക്കുന്നു. എന്നിട്ട് സൃഷ്ടി അതായത് സൃഷ്ടി എന്ന പ്രക്രിയയുടെ രഹസ്യങ്ങളിലേക്കാണ് ഇവിടെ പോകാൻ പോകുന്നത്. അപ്പോൾ നല്ല ശ്രദ്ധിച്ചു കേട്ടോണം, നല്ല ഗഹനമായ ആശയങ്ങളാണ്. അപ്പോൾ സൃഷ്ടിയുടെ രഹസ്യങ്ങളിലേക്കാണ് ഇവിടെ കടക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചു കേട്ടോ. ബ്രഹ്മം ഇങ്ങനെ നിശ്ചലമാണ്. നിശ്ചലമാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. ആ നിശ്ചലമായ ബ്രഹ്മത്തിൽ പ്രകൃതി, നിശ്ചലമായ ബ്രഹ്മം സൃഷ്ടി നടത്തണമെന്ന് ചുമ്മാ തോന്നുന്നു. അങ്ങനെ തോന്നുന്ന അവസരത്തിൽ ബ്രഹ്മം പുരുഷനും സ്ത്രീയുമായി വേർപിരിയുന്നു. ബ്രഹ്മം പുരുഷനും പ്രകൃതിയുമായി വേർപിരിയുന്നു. അപ്പോൾ ഈ പുരുഷൻ പ്രകൃതിയെ ഒന്ന് നോക്കും. ആ നോക്കുമ്പോൾ പ്രകൃതി ഉണരുകയും പ്രകൃതി സൃഷ്ടി നടത്തുകയും ചെയ്യും. അങ്ങനെയാണ് ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത്. പിടികിട്ടിയല്ലോ? അപ്പോൾ ബ്രഹ്മത്തിന് സൃഷ്ടി നടത്തണമെന്ന് തോന്നുമ്പോൾ ബ്രഹ്മം രണ്ടായി പിരിയുന്നു, പുരുഷനും പ്രകൃതിയും. പുരുഷൻ പ്രകൃതിയെ നോക്കുമ്പോൾ ആ പ്രകൃതി സൃഷ്ടി ചെയ്യാൻ തുടങ്ങും. പക്ഷേ ഈ പ്രകൃതി തന്നെയാണ് മായ. അതുകൊണ്ട് പ്രകൃതി നടത്തുന്ന സൃഷ്ടിയിലും മായയുണ്ടാകും. എന്താണ് മായ? മായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ആ ബ്രഹ്മത്തിൻ്റെ ഒരു തുള്ളിയാണ് നമ്മളെന്നും, ഈ ഇരിക്കുന്ന ഞാൻ ആ ബ്രഹ്മത്തിൻ്റെ ഒരു തുള്ളിയാണ്, എൻ്റെ അയൽക്കാരനും ആ ബ്രഹ്മത്തിൻ്റെ ഒരു തുള്ളിയാണ്, ഇവിടുത്തെ വൃക്ഷങ്ങളും സസ്യങ്ങളും പുഴകളും പുഴുക്കളും എല്ലാം ആ ബ്രഹ്മത്തിൻ്റെ തുള്ളിയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഞാനും എൻ്റെ അയൽക്കാരനും അല്ലെങ്കിൽ വീട്ടിൽ ഇഴഞ്ഞു നടക്കുന്ന പുഴുവും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. എല്ലാം ആ ബ്രഹ്മത്തിൻ്റെ ഭാഗമാണ്, എല്ലാം സമമാണ്. ഈ ചിന്ത വരുന്നില്ല. ഈ ചിന്ത വരാതെ എൻ്റെ ഭാര്യ, എൻ്റെ മക്കള് അവർ കുറേ കഴിഞ്ഞ് പോവുകയും ചെയ്യും. പക്ഷെ അവരാണ് എൻ്റെ സ്വന്തം, മറ്റുള്ളവരൊക്കെ അന്യര് എന്ന ചിന്ത വരുത്തുന്നതിനെയാണ് മായ എന്ന് പറയുന്നത്. സന്യാസിക്ക് അത് വരില്ല. അപ്പോൾ മായ എന്ന് പറഞ്ഞാൽ മനസ്സിലായ? മായ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതെന്നല്ല, അല്ലാത്തതെന്നാണ് അർത്ഥം. ഞാൻ കുറച്ചും കൂടെ അതൊന്ന് വ്യക്തമാക്കി തരാം.
നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഒരു സംശയം വരും. ബ്രഹ്മത്തിനകത്ത് പുരുഷനും പ്രകൃതിയും ലയിച്ചു കിടക്കുന്നു, അതെങ്ങനെ നമുക്ക് പിടികിട്ടുന്നില്ലല്ലോ? സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് വരാവുന്ന ഒരു സംശയമാണ് ഇല്ലേ? ബ്രഹ്മത്തിനകത്ത് പുരുഷനും പിന്നെ പ്രകൃതിയും കൂടെ ലയിച്ചു കിടക്കുന്നു, അപ്പം നമുക്കതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു തരാം. പാല്, ഈ പാലിനകത്ത് മനസ്സിലായില്ലേ? പാല് നമ്മൾ നോക്കുമ്പോൾ പാല് മാത്രമാണ്, നമുക്ക് വേറെ ഒന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കാണാനായിട്ട് പറ്റുന്നില്ല. പക്ഷേ ഈ പാലിന് നമ്മൾ കടഞ്ഞ് അതിനെ ചൂടാക്കി തണുപ്പിച്ചൊക്കെ ചില പ്രോസസ്സുകൾ ചെയ്തേ. അങ്ങനെ ചെയ്യുമ്പോൾ ഈ പാലിൽ നിന്ന് എന്തൊക്കെയാണ് വരുന്നത് അല്ലേ? ആ പാലിൽ നിന്ന് നമുക്ക് വെണ്ണ ഉണ്ടാകുന്നു, മനസ്സിലായില്ലേ? നെയ്യുണ്ടാകുന്നു, മോരുണ്ടാകുന്നു, തൈരുണ്ടാകുന്നു, എന്തെല്ലാം കാര്യങ്ങളുണ്ടാകുന്നു. അപ്പം നമുക്ക് ഒരു കാര്യം മനസ്സിലായി, ഇല്ലാത്തതുണ്ടാകത്തില്ലല്ലോ. അപ്പോൾ ഈ പാല്, നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന പാലിനകത്ത് വെണ്ണയുണ്ട്, നെയ്യുണ്ട്, മോരുണ്ട്, തൈരുണ്ട്. പക്ഷെ നിങ്ങൾ പാലിൽ നോക്കുമ്പോൾ ഇതൊന്നും കാണുന്നില്ല. ഇതൊക്കെ പാലിനകത്ത് ലയിച്ചു കിടക്കുകയാണ്, ലീനമാണ്. നല്ലതുപോലെ മനസ്സിലായില്ലേ? അതായത് അസതി പ്രകൃതി രസതി എന്ന് പറഞ്ഞ കണക്ക് നമുക്കിവിടെ പറയാം വെണ്ണ രസതി. മനസ്സിലായില്ലേ? ഏതിനകത്ത് ഒളിച്ചു കിടക്കുന്നു? പാലിനകത്ത് ഒളിച്ചു കിടക്കുന്നു. വ്യക്തമായി മനസ്സിലായല്ലേ? ബ്രഹ്മത്തിനകത്ത് പ്രകൃതി ഒളിച്ചു കിടക്കുന്നു എന്ന് പറയുമ്പോൾ ഉൾക്കൊള്ളാൻ പാടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പാല്, പാലിനകത്ത് വെണ്ണയുണ്ട്, മോരുണ്ട്, തൈരുണ്ട്, എല്ലാം ഉണ്ട്. ഇതുപോലെ ഈ ബ്രഹ്മത്തിനകത്ത് പ്രകൃതിയുണ്ട്, പുരുഷനുണ്ട്, വൃക്ഷമുണ്ട്, പക്ഷിയുണ്ട്, സകലതുമുണ്ട്. അപ്പം പാലിൻ്റെ ഭാഗമാണ് വെണ്ണയും തൈരും മോരും എല്ലാം. അതുപോലെ ബ്രഹ്മത്തിൻ്റെ ഭാഗമാണ് മനുഷ്യരും മൃഗങ്ങളും പക്ഷികളും എല്ലാം. പക്ഷേ ഈ പ്രകൃതി എന്ന് പറയുന്നത് മായ കൊണ്ട് സൃഷ്ടിച്ചത് കൊണ്ട് നമുക്ക് ആ തോന്നൽ എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. അപ്പം നമുക്ക് മുമ്പേ വന്ന കുറേ ആചാര്യന്മാർ പറയും മായ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതാണെന്ന് പറയും. അവിടാണ് കുഴപ്പം, അത് തെറ്റാണ്. നമ്മുടെ ആചാര്യന്മാർ പറയും മായ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ലോകം ഇത് സത്യമല്ല, ഈ കാണുന്നത് ഒന്നും സത്യമല്ല. ഇത് നമുക്കെങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും? നമ്മളെ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ കടല്. ഈ കടല് സത്യമല്ലെന്ന് പറഞ്ഞാൽ നടക്കുമോ? മായ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് എന്ന് ആചാര്യന്മാർ തെറ്റിച്ചു പറയുന്നതാണ്. മായ എന്ന് പറഞ്ഞാൽ അല്ലാത്തതെന്നാണ്. അതായത് കടലിനെ കാണുമ്പോൾ ഇതാണ് ഒറിജിനൽ എന്ന് കരുതണ്ട, ഒറിജിനൽ വേറെ ഉണ്ട്, ഇത് ഡ്യൂപ്ലിക്കേറ്റാണ്. ഇവിടെ കാണുന്നതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ്. നമ്മൾ ഓരോ സാധനവും കണ്ടിട്ടില്ലേ? വലിയ വിക്സിന് പോലും ഡ്യൂപ്ലിക്കേറ്റ് ഇല്ലേ? അതേ കണക്ക് കണ്ടാൽ തിരിച്ചറിയത്തില്ലല്ലോ. ഇപ്പം ഞാൻ പറഞ്ഞു തരാം. ആർ കെ നാരായണൻ്റെ ഭാര്യ മരിച്ചു പോയതിന് ശേഷം ആത്മാവ് ആർ കെ നാരായണനുമായിട്ട് സംസാരിക്കാൻ വരും. ആർ കെ നാരായണൻ പ്രശസ്ത എഴുത്തുകാരനാണ്. അപ്പം അവർ ആർ കെ നാരായണനോട് പറയും, ദേ ഞാൻ നിങ്ങളുടെ തൊട്ടടുത്തിരിപ്പുണ്ട്, നിങ്ങളുടെ വലത് കൈ ഇങ്ങനൊന്ന് പൊക്കിയാൽ എൻ്റെ ദേഹത്ത് തട്ടും. മനസ്സിലായില്ലേ? ഇത് കേൾക്കുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. മക്കൾ മരിച്ചൊക്കെ വിഷമിക്കുന്ന അമ്മമാരോട് മണ്ടത്തരമാണമ്മേ, ദേ നോക്ക്, ആർ കെ നാരായണൻ്റെ ഭാര്യ ആർ കെ നാരായണൻ നിരീശ്വരവാദിയായിരുന്നേ. ആ നിരീശ്വരവാദിയാണ്. അദ്ദേഹം ദ ഇംഗ്ലീഷ് ടീച്ചർ എന്ന തൻ്റെ നോവലിൽ ഇതിനെക്കുറിച്ച് വിശദമായി എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആർ കെ നാരായണൻ്റെ ഭാര്യ വന്ന് പറയുകയാണ്, എന്നിട്ട് പറയുകയാണ്, നോക്കൂ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാരിയാണ് ഞാൻ ഉടുത്തിരിക്കുന്നത്. അപ്പോൾ ചോദിക്കും അതെങ്ങനെ? ആ സാരി ഇവിടുത്തെ പെട്ടിയിലിരിപ്പുണ്ടല്ലോ, ആർ കെ നാരായണൻ ചോദിക്കും. അപ്പോൾ അവർ പറയും അതതിൻ്റെ കൗണ്ടർ പാർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി. അപ്പം പിണറായിയുടെ കൗണ്ടർ പാർട്ടാണ് തമിഴ്നാട്ടിലിരിക്കുന്ന സ്റ്റാൻലിൻ. അതായത് ശരിക്കും പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പ്രശ്നം. ഞാൻ ഒരെണ്ണം കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യുന്നു, എന്നിട്ട് ഫോട്ടോസ്റ്റാറ്റ് കടയിച്ചെടുത്ത് അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്നു. അപ്പോൾ ഒന്ന് ഒറിജിനൽ, ഒന്ന് ഫോട്ടോസ്റ്റാറ്റ് എന്ന രണ്ടും ഉണ്ട്. ഒറിജിനലും ഉണ്ട്, ഫോട്ടോസ്റ്റാറ്റും ഉണ്ട്, രണ്ടും ഉള്ളതാ. പക്ഷേ സത്യം എന്ന് പറയുന്നത് ഒറിജിനലാണ്, ഫോട്ടോസ്റ്റാറ്റ് അതിൽ നിന്ന് എടുത്തു വച്ചിരിക്കുകയാണ്. അതുപോലെയാണ് ഏതെന്ന് പറയുന്നത്. അപ്പോൾ അവർ പറഞ്ഞ ഏതാണ്? ആ സാരി വേറെ, ഇത് അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ്. അപ്പോൾ ഈ പ്രകൃതിയൊക്കെ ഏതാണ്? ഫോട്ടോസ്റ്റാറ്റാണ്. അപ്പോൾ ഇത് ഇല്ലാത്തതല്ല, അല്ലാത്തത്. ഇപ്പം വെണ്ണ, നെയ്യ്, അതൊന്നും ഇല്ലാത്തതല്ല, പക്ഷെ അല്ലാത്തതാണ്. എന്തുകൊണ്ട്? വെണ്ണയും നെയ്യുമല്ല, പരമമായ സത്യം ഏതാണ്? പാലാണ്.
അതുപോലെ നമ്മളും പക്ഷിയും മൃഗങ്ങളും ഒന്നുമല്ല, ഈ കാണുന്ന കടലും ഒന്നുമല്ല സത്യം. പരമമായ സത്യം ആരാകുന്നു? ബ്രഹ്മമാകുന്നു. മനസ്സിലായാ? ഇനി നമുക്ക് രണ്ടാമത് മനസ്സിലാകാത്ത കാര്യം. അപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് പിടികിട്ടി. ഒന്ന്, ഇവിടെ പറഞ്ഞിരിക്കുന്നു ബ്രഹ്മത്തിൽ പ്രകൃതിയും പുരുഷനും ലയിച്ചു കിടക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അതിപ്പോൾ പിടികിട്ടി. പാലിനകത്ത് വെണ്ണയും ഇതൊക്കെ ലയിച്ചു കിടക്കുന്നു. രണ്ട്, പുരുഷൻ പ്രകൃതിയെ നോക്കുമ്പോൾ എങ്ങനെ സൃഷ്ടി നടക്കും? അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി നമ്മുടെ നിലവാരത്തിലേക്ക് ഇറങ്ങി വന്ന് പറഞ്ഞാൽ, നമ്മുടെ നിലവാരത്തിലേക്ക്, ഒറിജിനൽ അല്ല ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ നമ്മുടെ നിലവാരത്തിലേക്ക് ഇറങ്ങി വന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഒരു പുരുഷനും ഒരു സ്ത്രീയും കൂടി ഒരു മുറിയിൽ ഒറ്റയ്ക്കിരിക്കുകയാണെന്ന് വെച്ചോ. ഈ പുരുഷൻ ഈ സ്ത്രീയുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിയിരിക്കുന്നു. സ്ത്രീ ആകട്ടെ പുരുഷന്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിയിരിക്കുന്നു. പരസ്പരം നോക്കിയിരിക്കുകയാണ്. ആ നോട്ടം ചലനത്തിലേക്ക് പോവുകയും അത് സൃഷ്ടിയിലേക്ക് വരികയും ചെയ്യും. കണ്ട, പുരുഷൻ സ്ത്രീയെ നോക്കിയിരുന്നാൽ സൃഷ്ടി നടക്കും. ഇതിൻ്റെ വലിയ രൂപമാണ് അവിടെ നടക്കുന്നത്. അത്രയേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞത് ഒരു ചെറിയ രൂപം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞ ഒരു ചെറിയ രൂപമാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, എപ്പോഴും നമ്മുടെ പുരുഷനിൽ സ്ത്രീയുണ്ട്, സ്ത്രീയിൽ പുരുഷനും ഉണ്ട്, അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. അതുകൊണ്ടല്ലേ നമ്മൾ ഒരാൾക്ക് എക്സ് ക്രോമസോം, വൈ ക്രോമസോം, ഇത് ശ്രദ്ധിച്ചൊന്നും കൂടെ കേട്ടോളണം. ഞാൻ നേരത്തെ പറഞ്ഞു പരമഹംസരുടെ നെഞ്ചിൽ നിന്ന് പാലൊഴുകിയില്ലേ? പരമഹംസർക്ക് എന്തു വന്നു? മാറിടത്തിൽ നിന്ന് പാലൊഴുകി അദ്ദേഹം ആ സ്ത്രീ ഭാവത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അപ്പം ഇല്ലാത്തത് വരുത്തില്ലല്ലോ. അപ്പം നമ്മളിലെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? അടങ്ങിയിട്ടുണ്ട്. ഈ തത്വം അറിയുന്നവനെ സംബന്ധിച്ചിടത്തോളം, ഈ തത്വം അറിയുന്നവന് ആരോടും വെറുപ്പില്ല. അപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേട്ടോളണം. അപ്പോൾ പാലിൻ്റെ ഭാഗമാണ് വെണ്ണ, തൈര്, മോര് എല്ലാം. അപ്പോൾ ഈ വെണ്ണയും തൈരും എല്ലാം പാലിൻ്റെ ഭാഗം. അതുപോലെ ഈ ബ്രഹ്മത്തിൻ്റെ ഭാഗമാണ് ഞാനും നിങ്ങളും എല്ലാം. ഞാൻ പുരുഷനെന്ന് പറയുന്നെങ്കിലും എന്നിൽ സ്ത്രീത്വമുണ്ട്. മറ്റത് സ്ത്രീ എന്ന് പറയുന്നെങ്കിൽ അവരിലും പുരുഷത്വമുണ്ട്. അവർ പുരുഷനെ പ്രസവിക്കുന്നില്ലേ? ഈ പുരുഷൻ മുഖാന്തരം സ്ത്രീ ബീജം അങ്ങോട്ട് ചെല്ലുന്നില്ലേ? അതിന് സയൻസ് എക്സ് ക്രോമസോം, വൈ ക്രോമസോം എന്നൊക്കെ പറയുമെങ്കിലും അപ്പം നമ്മളെല്ലാം ബ്രഹ്മത്തിൻ്റെ ഭാഗമാണ്. ഇത് വിശാലമായ തത്വം. ഈ തത്വം ഉൾക്കൊള്ളാത്തത് വരുമ്പം മായ. ഇപ്പം ഞാൻ നിങ്ങൾക്ക് വളരെ വ്യക്തമാക്കി തരാം. അപ്പോൾ ഈ യോഗികൾക്കൊക്കെ ഈ തത്വം മനസ്സിലാവും. ബുദ്ധനും വർദ്ധമാന വീരനും ഒക്കെ മനസ്സിലാകും കാണുന്നത് സകലതും ബ്രഹ്മമാണെന്ന്. ഇപ്പോൾ ഭഗവാൻ ശ്രീബുദ്ധൻ്റെ അടുത്ത് പഠനമൊക്കെ കഴിഞ്ഞ് വിട പറയാനായിട്ട് ചെല്ലുകയാണ് ബുദ്ധന് വളരെ ഇഷ്ടമുള്ള ശിഷ്യൻ പൂർണ്ണ കശ്യപൻ. ആ പൂർണ്ണ കാശ്യപൻ ചെന്നിട്ട് പറഞ്ഞു, അല്ലയോ ഗുരു, ഞാൻ പഠനമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങയുടെ തത്വങ്ങൾ ഈ ലോകം മുഴുവനും എനിക്ക് ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കണം, പ്രചാരകനാകണം. ഞാൻ അതിന് എങ്ങോട്ടേക്കാണ് പോകേണ്ടത്? ഏത് ദിക്കിലേക്ക്? അപ്പോൾ ബുദ്ധൻ പറഞ്ഞു, നിനക്കിഷ്ടമുള്ള ദിക്കിലേക്ക് നീ പൊയ്ക്കൊള്ളൂ. അപ്പോൾ കാശ്യപൻ പറഞ്ഞു, ഞാൻ ബീഹാറിലേക്ക് പോകാം. അപ്പോൾ പറഞ്ഞു, ബീഹാറിലെ ജനങ്ങൾ വളരെ ക്രൗര്യമുള്ളവരാണ്. അപ്പോൾ കാശ്യപൻ പറഞ്ഞു, സാരമില്ല, ഞാൻ പൊക്കോളാം. അപ്പോൾ ബുദ്ധൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എൻ്റെ 3 ചോദ്യങ്ങൾക്ക് നീ ഉത്തരം പറയണം. അങ്ങനെ ഉത്തരം പറഞ്ഞാൽ ഞാൻ നിന്നെ വിടാം. ഒന്നാമത്തെ ചോദ്യം, അവിടെയുള്ള ആളുകൾ നിന്നോട് വളരെ കോപിച്ച് സംസാരിക്കുകയും നിന്നെ അപമാനിക്കുകയും ചെയ്താൽ നീ എന്ത് ചെയ്യും? അപ്പോൾ പൂർണ്ണ കാശ്യപൻ പറഞ്ഞു, ഞാൻ വിചാരിക്കും അവരെന്നെ ചീത്ത വിളിച്ചതല്ലേ ഉള്ളൂ, അടിച്ചില്ലല്ലോ, അപ്പോൾ അവരെ ഞാൻ സ്നേഹിച്ചു തുടങ്ങും. അപ്പോൾ ബുദ്ധൻ്റെ രണ്ടാമത്തെ ചോദ്യം, അവർ നിന്നെ അടിച്ചാൽ എന്തു ചെയ്യും? അപ്പോൾ കാശ്യപൻ പറഞ്ഞു, അപ്പം ഞാൻ ചിന്തിക്കും, വേണമെങ്കിൽ അവർക്കെന്നെ കൊല്ലാമായിരുന്നല്ലോ, പക്ഷെ അവർ കൊന്നില്ലല്ലോ, അപ്പോൾ എനിക്ക് അവരോട് സ്നേഹം തോന്നും. അപ്പോൾ ബുദ്ധൻ്റെ മൂന്നാമത്തെ ചോദ്യം, അല്ല, അവർ നിന്നെ കൊന്നുകളഞ്ഞെങ്കിൽ നീ എന്ത് ചെയ്തേനെ? അപ്പോൾ പൂർണ്ണ കാശ്യപൻ ചിരിച്ചിട്ട് പറഞ്ഞു, അയ്യോ, അപ്പോൾ ഈ ഭൂമിയിൽ എന്തൊക്കെ കഷ്ടപ്പാടുകൾ അനുഭവിക്കണമായിരുന്നു ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ. ആ കഷ്ടപ്പാടിൽ നിന്നെല്ലാം അവരെന്നെ മോചിപ്പിക്കുകയല്ലേ, ആ അർത്ഥത്തിൽ ഞാൻ വീണ്ടും അവരെ സ്നേഹിക്കും. അപ്പം ബുദ്ധൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ പൊയ്ക്കൊള്ളൂ, നിനക്ക് ജ്ഞാനം കിട്ടി, നിനക്ക് ബോധോദയം കിട്ടിക്കഴിഞ്ഞു പൂർണ്ണ കാശ്യപ. കാരണം എന്തുകൊണ്ട്? ആ ക്രൗര്യം കാണിക്കുന്നവനും ഞാൻ, എന്നെ അടിക്കാൻ വരുന്നവനും ഞാൻ. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഇതിനെയാണ് ബോധോദയം എന്ന് പറയുന്നത്. നമുക്ക് തിയറി കേട്ടാലും അത് തോന്നത്തില്ല. മനസ്സിലായില്ലേ? എന്നെ അടിക്കാൻ വരുന്നവനും ആരാണ്? ആ ബ്രഹ്മം.
ഈ ഇരിക്കുന്ന ഞാനും ബ്രഹ്മം. അപ്പം ഞാനും എന്നെ അടിക്കാൻ വരുന്നവനും തമ്മിൽ എന്താ വ്യത്യാസം? പൊതിഞ്ഞു വച്ചിരിക്കുന്ന പെട്ടിയിൽ മാത്രമല്ലേ ഉള്ളൂ വ്യത്യാസം, അല്ലാതെ വേറെ ഒന്നിലും വ്യത്യാസമില്ല. ദേ നമ്മുടെ രമണ മഹർഷി ആലോചിച്ചു നോക്കെ. രമണ മഹർഷി ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം അവിടെ ഒരു പുഴുത്ത് നാറിയ പട്ടി വന്ന് കയറി. ആ പട്ടി വന്ന് കയറിയപ്പോൾ അവിടെ ഉള്ളവരെല്ലാം കൂടെ അടിച്ചോടിച്ചു ആ പട്ടിയെ. മഹർഷി കണ്ടില്ല. അന്ന് രാത്രിയായപ്പോൾ അവിടുത്തെ ഒരു പരിചാരകൻ ചില മുറുമുറുപ്പും സംഭാഷണവും ഒക്കെ കേൾക്കുന്നു. അപ്പം അവർ ചെന്ന് നോക്കിയപ്പോൾ ഈ പട്ടിയെ തൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുകയാണ് ആര്? രമണ മഹർഷി. അതിനെ തലോടുന്നു. പട്ടിയാകട്ടെ തൻ്റെ നാവ് കൊണ്ട് രമണ മഹർഷിയെ നക്കുകയാണ്. രമണ മഹർഷി അതിനെ താലോലിക്കുകയാണ്. പിറ്റേന്ന് രാവിലെ, അതായത് അതെന്തൊക്കെയോ സങ്കടങ്ങളങ്ങ് രമണ മഹർഷിയുടെ അടുത്ത് പറയുകയാണ് ഈ നായി. പിറ്റേന്ന് രാവിലെ എല്ലാവരും കാണുന്നത് ഈ പട്ടി മരിച്ചു കിടക്കുന്നതാണ് കണ്ടത്. ശ്രദ്ധിച്ചു കേട്ടോളണം. പുഴുത്ത് നാറിയ പട്ടിയെ രമണ മഹർഷിക്ക് നെഞ്ചോട് ചേർക്കാൻ എങ്ങനെ സാധിച്ചു? അതുകൊണ്ടാണ് അദ്ദേഹം ബോധോദയം കിട്ടിയവനെന്ന് പറയുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഞാൻ സിമ്പിളാക്കി പറഞ്ഞുതരാം, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മകന് ചൊറിയും ചെരങ്ങ് എല്ലാം വന്ന് ദേഹം അളിഞ്ഞ് പുഴുത്തിരിക്കുക. പക്ഷേ നിങ്ങൾക്ക് അവനെ നെഞ്ചോട് ചേർക്കാൻ വല്ല മടിയും തോന്നൂ? ഇല്ല. എന്തുകൊണ്ട്? എൻ്റെ മോനല്ലേ, അവൻ എൻ്റെ മോനല്ലേ. ഇത് സങ്കുചിതമായ സ്നേഹമെന്ന് പറയും. അതേസമയം ഇതേ വികാരം തന്നെ എന്തിനെ കണ്ടാലും തോന്നുന്നു നമുക്ക്. അതും ഞാൻ, ഇതും എൻ്റെ മോൻ, അവനും എൻ്റെ മോൻ. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് കെട്ടിപ്പിടിക്കാൻ പ്രയാസമില്ല. അപ്പോൾ ഒരമ്മയ്ക്ക് തൻ്റെ മകൻ എത്ര പുഴുത്തളിഞ്ഞിരുന്നാലും ചേർത്ത് വയ്ക്കാൻ പറ്റും. രമണ മഹർഷിയെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്ത് കാണുന്നവരെല്ലാം തൻ്റെ മക്കളാണ്. ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മാത്രമേ അങ്ങനെ സ്നേഹിക്കൂ. അതേസമയം റോട്ടിലൊരു കുഞ്ഞങ്ങനെ ചൊറിയും ചിലങ്ങും പിടിച്ചിരുന്നാൽ തൊടത്തില്ല, കൈകൊണ്ട് തൊടത്തില്ല. കാരണം അവരുടേത് സങ്കുചിതം. അവരുടെ വിചാരം ഞാൻ പ്രസവിച്ചത് കൊണ്ട് മാത്രം ഇവൻ എൻ്റെ മോൻ, റോട്ടിൽ ഇരുന്ന് കരയുന്നത് വേറെ ആരോ ആണ്, എന്നിൽ നിന്ന് ഭിന്നനാണെന്ന് കരുതും. രമണ മഹർഷിയെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ചത്തിലെ പട്ടിയും പൂച്ചയും എല്ലാം എൻ്റെ മോൻ. അതുകൊണ്ട് രമണ മഹർഷിക്ക് ഈ പട്ടിയെ നെഞ്ചോട് ചേർക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ഈ ചിന്ത. അപ്പം രമണ മഹർഷിക്ക് മായ ബാധിച്ചിട്ടില്ല. പ്രകൃതി രമണ മഹർഷിയെ പിടികൂടിയിട്ടില്ല. നമ്മളെ പിടികൂടിയിട്ടുള്ളത് കൊണ്ടാണ് നമുക്ക് ഈ അറപ്പ് നമുക്ക് വരുന്നത്. അതുകൊണ്ടാണ് ബുദ്ധനൊക്കെ ഇരുന്നപ്പം ആന ചിഹ്നം വിളിച്ചെത്തിയിട്ടും ബുദ്ധൻ അനങ്ങുന്നില്ലല്ലോ. ബുദ്ധൻ അങ്ങനെ ഇരിക്കുകയില്ലേ. ഒടുവിൽ ആന വന്ന് വണങ്ങിയിട്ടങ്ങ് പോയി. കാരണം അത് സ്വാഭാവികമായ സ്നേഹഭാവമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഭാവമില്ല. അപ്പം എന്താണ് ആ രണ്ടാമത്തെ വരി? തേനൈവോ, ആ ക്രിയ കൊണ്ട് തന്നെ ഉദതി ഉദിക്കുന്നു. മനസ്സിലായില്ലേ? ഇപ്പം തേനൈവോദേതി, ആ ക്രിയ കൊണ്ട് തന്നെ ഉദിക്കുന്നു. എന്തുദിക്കുന്നു? ലീന, ബ്രഹ്മത്തിൽ ലീനമായിരിക്കുന്ന, ഒളിച്ചിരിക്കുന്ന പ്രകൃതി രസതി എന്ന് വെച്ചാൽ എന്താണ്? പ്രകൃതി, അതായത് ഇല്ലാത്തതിന് തുല്യം, കാണാൻ വയ്യാത്തതിന് തുല്യമായ പ്രകൃതി. ചുരുക്കി പറഞ്ഞാൽ രണ്ടാമത്തെ വരി കൊണ്ട് അർത്ഥമാക്കുന്നത് ബ്രഹ്മത്തിൽ പാലിനകത്ത് വെണ്ണയും തൈരും നെയ്യും ഇരിക്കുന്നത് പോലെ ബ്രഹ്മത്തിനകത്ത് പ്രകൃതിയും പുരുഷനും ഉണ്ട്. സൃഷ്ടി നടത്തണം എന്ന് തോന്നുമ്പോൾ ഈ പുരുഷൻ എന്ത് ചെയ്യുന്നു? പ്രകൃതിയെ നോക്കും. പ്രകൃതിയെ നോക്കുമ്പോൾ സൃഷ്ടി നടത്തുന്നു. അങ്ങനെയാണ് ഈ പ്രപഞ്ചം ഉണ്ടായത്. പക്ഷേ പ്രകൃതി മായാബന്ധിതമാണ്. അതുകൊണ്ട് മനുഷ്യരായ നമ്മളൊക്കെ മായയിൽ പിടിപെട്ട് കിടക്കുന്നു. മായ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്താ പറയുന്നത്? ഈ ബ്രഹ്മത്തിൻ്റെ ഭാഗമാണ് പ്രപഞ്ചത്തിലെ എല്ലാവരും എന്ന് കരുതി എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. രമണ മഹർഷി പുഴുത്ത പട്ടിയെ നെഞ്ചോട് ചേർക്കുന്നു. നമുക്കത് പറ്റില്ല. പക്ഷേ നമ്മുടെ സ്വന്തം മോനെ ചേർക്കും. എല്ലാവരും എൻ്റെ മോനാണെന്ന ധാരണ വരിക, അതാണ് യഥാർത്ഥത്തിൽ ഉള്ളത്. അപ്പോൾ രണ്ടാമത്തെ വരി മനസ്സിലായല്ലോ നിങ്ങൾക്ക്. ഇനി നമുക്ക് മൂന്നാമത്തെ വരിയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്കിനി അടുത്ത വരിയിലേക്ക് വരാം. അടുത്ത വരി നോക്കിയേ നിങ്ങൾ. തസ്യ എന്ന് പറഞ്ഞാൽ ആ പ്രകൃതിയുടെ, ഏത് പ്രകൃതി? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ബ്രഹ്മത്തിൽ പുരുഷനുമുണ്ട്, പ്രകൃതിയും ലയിച്ചു ചേർന്നിരിക്കുന്നു. ആ പ്രകൃതിയുടെ സംശുദ്ധം അംശം ഭാഗം. ആ പ്രകൃതിക്ക് രണ്ട് ഭാഗമുണ്ട്. ഒന്ന് ശുദ്ധമായ ഭാഗം, അതിനെ സത്വഗുണമെന്ന് വിളിക്കും. രണ്ട് അശുദ്ധമായ ഭാഗം, അതിനെ മായ എന്ന് വിളിക്കും. ആ മായയ്ക്കകത്താണ് രജോ ഗുണവും തമോ ഗുണവും ഉള്ളത്. ഈ രജോ ഗുണവും തമോ ഗുണവും ഇല്ലാതെ സത്വഗുണം മാത്രമുള്ളൊരു ഉദാഹരണം നമ്മുടെ കൺമുന്നിലുണ്ട്. വൃക്ഷങ്ങൾ.
വൃക്ഷങ്ങൾക്ക് സത്വഗുണം മാത്രമേ ഉള്ളൂ. അവർക്ക് രജോ ഗുണവുമില്ല, തമോ ഗുണവുമില്ല. തന്നിൽ പിടിച്ചു നിൽക്കുന്നവനെ എല്ലാം മറ്റുള്ളവർക്ക് കൈയയച്ചു കൊടുക്കുകയാണ്. കൊല്ലാൻ വരുന്നവനും തണൽ കൊടുക്കുന്നതാണത്. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രകൃതിയിലെ ശുദ്ധമായ ഭാഗം, സംശുദ്ധമായ ഭാഗം മാത്രമെടുത്തിട്ട് കമപിത, കമപിത ഏതോ ഒരു അതിരോധായകം, അത് ചേർത്ത് എഴുതുമ്പോൾ എങ്ങനെയാ പറയേണ്ടത്? കമപിതമതിരോധായകം. അപ്പൊ അതിരോധായകം എന്ന് പറഞ്ഞാൽ സത്യത്തെ മറച്ചു വെച്ച് ഇല്ലാത്തതിനെ കാണിക്കുന്നത്. സത്യത്തെ മറച്ചു വെച്ച് ഇല്ലാത്തതിനെ കാണിക്കുന്നത്. സത്യത്തിനെ മറച്ചു വെച്ച് ഇല്ലാത്തതിനെ കാണിക്കുന്നതാണ് മായ എന്ന് പറയുന്നത്. അതായത് സത്യം എന്ന് പറയുന്നത് ഞാനും എൻ്റെ വീട്ടിലെ പട്ടിയും ഞാൻ പുറത്ത് കാണുന്ന പുഴുക്കളും മരങ്ങളും എല്ലാം ഒന്ന് തന്നെയാണ്. ഞാൻ തന്നെയാണ് എൻ്റെ വീട്ടിൽ വളർത്തുന്ന പട്ടി, അത് തന്നെയാണ് പുഴു എന്ന് പറയുന്നത്. ഇതാണ് സത്യം. ഈ സത്യത്തെ മറച്ചു വെച്ചിട്ട് ഇല്ലാത്തതിനെ കാണിക്കും. എന്താ ഇല്ലാത്തതിനെ കാണിക്കുന്നത്? എനിക്ക് കല്യാണം കഴിച്ചൊരു മകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ മകനുണ്ടെങ്കിൽ അത് എൻ്റെ മോൻ, ബാക്കിയുള്ളതുമായിട്ടൊന്നും എനിക്ക് ബന്ധമില്ല, ഞാൻ എന്തും ഇവന് വേണ്ടി കൊടുക്കണം. ഇതാണ് ഇല്ലാത്തത്. അപ്പം മായ എന്ന് പറഞ്ഞാൽ സത്യത്തെ മറച്ചു വെച്ചിട്ട് ഇല്ലാത്തതിനെ കാണിച്ചു തരും. അതാണ് പ്രകൃതിയുടെ അശുദ്ധമായ ഭാഗം. അപ്പോൾ പ്രകൃതിയുടെ രണ്ട് ഭാഗമുണ്ട്. ഒന്ന് ശുദ്ധഭാവം, രണ്ട് അശുദ്ധമായ ഭാഗം. അത് നമ്മളെല്ലാം ഒന്നാണെന്നും മനസ്സിലായില്ലേ? അതായത് ഇത്രയേ ഉള്ളൂ അതിൻ്റെ പ്രശ്നം. കടലിൽ നിന്ന് കുറേ വെള്ളം കോരിക്കൊണ്ടുവരുന്നു. കടലിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ട് വന്ന് 10 ബക്കറ്റിനകത്ത് നിറയ്ക്കുന്നു. ആ ബക്കറ്റിൻ്റെ ആകൃതിക്കനുസരിച്ച് വെള്ളത്തിനും വരും. ഒരെണ്ണം ഗോളാകൃതിയിലേനകത്ത് നിറയ്ക്കുന്നു, ഒരെണ്ണം ചതുരാകൃതിയിൽ നിറയ്ക്കുന്നു, ഒരെണ്ണം ഭയങ്കര രത്നങ്ങൾ പതിച്ച പാത്രത്തിൽ വെച്ചിരിക്കുന്നു കടൽ വെള്ളം, ഒരെണ്ണം അഴുക്ക് പാത്രത്തിൽ കടൽ വെള്ളം വെച്ചിരിക്കുന്നു. പക്ഷേ രത്നം പതിപ്പിച്ചതിനകത്തിരിക്കുന്ന കടൽ വെള്ളവും അഴുക്ക് പാത്രം വെച്ചിരിക്കുന്നതിലെ കടൽ വെള്ളവും തമ്മിൽ എന്താ വ്യത്യാസം? രണ്ടും കടൽ വെള്ളം തന്നെ, അത്ര തന്നെ. അതാണ് സത്യം. പക്ഷേ ആ സത്യത്തെ മറച്ചു വെച്ചിട്ട് രത്നങ്ങൾ കൊണ്ടുള്ള കുടത്തിലിരിക്കുന്നത് അത് കൊള്ളാം ഇങ്ങനെ കരുതും. അതുപോലെ ഞാനും ഏതാണ് ഈ കാണുന്ന പുഴുവും പട്ടിയും പൂച്ചയും എല്ലാം ഇല്ല കടൽ വെള്ളം പല കുടത്തിൽ ശേഖരിച്ചതുപോലെ അത് മറച്ചു വെച്ചിട്ട് ഇല്ലാത്തതിനെ കാണിക്കുന്നു. ഞാൻ കല്യാണം കഴിച്ച് എനിക്ക് ജനിക്കുന്ന കൊച്ച് അത് മാത്രം ഞാനുമായി ബന്ധപ്പെട്ടത്, ബാക്കി ഒന്നും ഞാനുമായി ബന്ധപ്പെട്ടതല്ല എന്ന് കാണിക്കുന്ന അശുദ്ധ ഭാഗമുണ്ട്. ആ അശുദ്ധ ഭാഗം മായ. അപ്പോൾ ഭഗവാൻ എന്തു ചെയ്തു? സൃഷ്ടി നടക്കുന്ന അവസരത്തിൽ മായയെ സ്വന്തം മഹിമ കൊണ്ട് മാറ്റി നിർത്തി അതിലെ ശുദ്ധമായ ഭാവം മാത്രം സ്വീകരിച്ചു. നമ്മളിപ്പോൾ പറഞ്ഞു സൃഷ്ടി നടക്കുന്ന സമയത്ത് പുരുഷൻ സ്ത്രീയെ നോക്കും. അപ്പം ആ സ്ത്രീയാണ്, അതായത് പ്രകൃതിയെ നോക്കുമ്പം പ്രകൃതി സൃഷ്ടി നടത്തും. പ്രകൃതി നടത്തുന്ന സൃഷ്ടിയിലെല്ലാം മായയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പ്രകൃതി നടത്തിയ സൃഷ്ടി തന്നെയാണല്ലോ ഗുരുവായൂരപ്പൻ. അപ്പോൾ ഗുരുവായൂരപ്പനെയും മായ പിടികൂടണ്ടേ എന്നാണ് ചോദ്യം. ചോദ്യം വ്യക്തമായല്ലോ. ഗുരുവായൂരപ്പനെയും മായ പിടികൂടണ്ടേ? അപ്പോൾ ഭട്ടതിരിപ്പാട് പറയുന്നു ഗുരുവായൂരപ്പനെയും മായ പിടികൂടേണ്ടതാണ്. പ്രകൃതി സൃഷ്ടിക്കുന്ന എന്തിനും രണ്ട് ഭാഗമുണ്ട്. പക്ഷേ ഗുരുവായൂരപ്പൻ സ്വന്തം മഹിമ കൊണ്ട്, സ്വന്തം ഐശ്വര്യം കൊണ്ട്, സ്വന്തം ജ്ഞാനം കൊണ്ട് ഗുരുവായൂരപ്പൻ പ്രകൃതിയുടെ അശുദ്ധമായ മായ എന്ന ഭാഗത്തെ അതിജീവിച്ചിട്ട് അതിലെ ശുദ്ധമായ ഭാഗം മാത്രം എന്ത് ചെയ്തു? തിരഞ്ഞെടുത്തു. ഈ മായയെ എനിക്കും നിങ്ങൾക്കും എല്ലാം അതിജീവിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. പിന്നെ ഭഗവാന്റെ കാര്യം പറയണോ? ഭഗവാൻ ഈ മായയെ മറികടന്നു. ഇത് ഭഗവാന് മാത്രമല്ല മറികടക്കാൻ പറ്റുന്നത്, എനിക്കും മറികടക്കാൻ പറ്റും, നിങ്ങൾക്കും മറികടക്കാൻ പറ്റും. എങ്ങനെയെന്നല്ലേ? ഇപ്പം ഞാനൊരു കാര്യം പറഞ്ഞു തരാം. ചക്ക പൊളിക്കും. ചക്ക പൊളിക്കുമ്പോൾ അതിൻ്റെ പൂഞ്ഞ് നമ്മുടെ കയ്യിൽ പറ്റും. അത് പറ്റാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ ഏത് തേക്കും? എണ്ണ തേക്കും. എണ്ണ തേച്ചിട്ട് നിങ്ങൾ ചക്കപ്പൂഞ്ഞിളക്കിയേ, അപ്പോൾ പിന്നെ പൂഞ്ഞ് കയ്യിലൊട്ടത്തില്ല.
ഈ മായ എന്ന് പറയുന്നതാണ് ചക്കപ്പൂഞ്ഞെന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഭക്തിയാകുന്ന സാക്ഷാൽ ഗുരുവായൂരപ്പനിലുള്ള കഠിന ഭക്തിയാകുന്ന എണ്ണ തേച്ചിട്ട് ഈ ലോകത്തെ നോക്കിക്കണ്ടാൽ ഇതൊന്നും നമ്മളെ എന്ത് ചെയ്യത്തില്ല, ബാധിക്കത്തില്ല. നിങ്ങൾക്ക് ഇപ്പം ശ്രദ്ധിച്ചു കേട്ടോളനെ, മായയെ ഭഗവാൻ അതിജീവിച്ചു. നിങ്ങൾക്ക് ഓരോരുത്തർക്കും മായയെ അതിജീവിക്കാനുള്ള ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞു തരാം. അതായത് ശ്രദ്ധിച്ചു കേട്ടോളണം, ഒരു പ്രശസ്തനായ ഒരു ധ്യാനഗുരു രാജാവിൻ്റെ കൊട്ടാരത്തിലെത്തി. രാജാവിൻ്റെ കൊട്ടാരത്തിലെത്തിയതിന് ശേഷം അദ്ദേഹം രാജാവിനോട് പറഞ്ഞു, എനിക്ക് ഇന്ന് ഒരു രാത്രി എനിക്ക് താമസിക്കാൻ ഈ സത്രത്തിൽ അല്പം സ്ഥലം തരുമോ? അപ്പൊ രാജാവ് പറഞ്ഞു, സത്രമോ? എന്തുവാണ് ഗുരു നിങ്ങൾ പറയുന്നത്? ഇത് എൻ്റെ കൊട്ടാരമാണ്, ഇത് സത്രമല്ല. അപ്പൊ ഗുരു ഒന്ന് പുഞ്ചിരിച്ചിട്ട് ചോദിച്ചു, അല്ല, അങ്ങേക്ക് മുമ്പ് ഈ കൊട്ടാരം ആരുടേതായിരുന്നു? അതെൻ്റെ അച്ഛൻ്റെ ആയിരുന്നു, അച്ഛൻ മരിച്ചുപോയി. അത് ശരി. അച്ഛന് മുമ്പ് ഈ കൊട്ടാരം ആരുടേതായിരുന്നു? അതെൻ്റെ മുത്തച്ഛൻ്റെ ആയിരുന്നു, മുത്തച്ഛനും മരിച്ചുപോയി. മുത്തച്ഛന് മുമ്പ് ഇത് ആരുടേതായിരുന്നു? അത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ആയിരുന്നു, അതും മരിച്ചുപോയി. അത് ശരി. ഇനി നിങ്ങൾക്ക് ശേഷം ഇത് ആരുടേതായിരിക്കും? അതെൻ്റെ മോൻ്റെതായിരിക്കും. പിന്നെ നിങ്ങളിത് സത്രമല്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ? സത്രം എന്ന് പറഞ്ഞാൽ ഹോട്ടൽ. നമ്മളൊരു ഹോട്ടലിൽ പോകുന്നു, കുറച്ച് ദിവസം താമസിക്കുന്നു, അവിടുന്ന് അങ്ങ് പോകുന്നു. അപ്പോൾ പിന്നെ ഇത് ഏത് തന്നെയാണ്? മഹാരാജാവേ, അങ്ങയുടെ ഈ കൊട്ടാരം എന്ന് പറയുന്നത് സത്രമാണ്. ഇപ്പൊ ഞാൻ താമസിക്കുന്ന വീട് സത്രവാ. എന്തുകൊണ്ട്? എനിക്ക് മുമ്പ് എൻ്റെ അച്ഛനും അമ്മയും താമസിച്ചിരുന്നു. ഇനി ഞാൻ മരിച്ചു കഴിയുമ്പോൾ എൻ്റെ അനന്തരാവകാശികൾ ആരുണ്ടെന്ന് വെച്ചാൽ അവർ വന്നങ്ങോട്ട് താമസിച്ചു കൊടുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങളുടെ വീട് സത്രവാ. അത് നിങ്ങൾക്ക് മുമ്പ് വേറൊരാൾ. അതല്ല, നിങ്ങളിപ്പം വീട് വാങ്ങിച്ച് വെച്ചതാന്നിരിക്കട്ടെ, ഇപ്പം വെച്ചതേ ഉള്ളൂ, ആയിക്കോട്ടെ, ഇപ്പം നിങ്ങളുടേത്. ഇച്ചിരി കഴിഞ്ഞ് നിങ്ങളങ്ങ് മരിച്ചു പോകത്തില്ലേ? അപ്പം നിങ്ങളുടെ മക്കളുടേത്. അത് കുറേ കഴിഞ്ഞ് നിങ്ങളുടെ മക്കളും മരിച്ചു കഴിയുമ്പോഴോ അവരുടേത്. അപ്പോൾ ഇത് സത്രമാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സ്വയം ഒരു ചോദ്യം ചോദിച്ചാൽ മതി. അപ്പം നിങ്ങളുടെ വീടിനോടുള്ള ആസക്തി തീർന്നു. മനസ്സിലായില്ലേ? നമുക്ക് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആസക്തികളിലൊന്ന് വീടിനോടാണ്. ഈ വീടൊരു സത്രവാ. കുറച്ച് നാളത്തേക്ക് നമ്മൾ താമസിക്കുന്നു. ഈ മേപ്പോട്ടെടുക്കുന്ന ശ്വാസം താപ്പോട്ടേക്ക് വരാതിരിക്കുന്ന ആ സമയം വരെ, വരുന്ന സമയം വരെ വരാതിരിക്കുമ്പോൾ നമ്മൾ അങ്ങ് പോകുന്നു. അങ്ങനെയാണെങ്കിൽ ഇതേ ചോദ്യം നമുക്ക് ചോദിക്കാം. നമ്മൾ ചോദിക്കാം, നിങ്ങളുടെ മോൻ്റെ പേരെന്താ? അപ്പം നിങ്ങൾ പറയുകയാണ്, എൻ്റെ മോൻ്റെ പേര് രാജേഷ്. ഓക്കെ, രാജേഷിൻ്റെ ഇപ്പോഴത്തെ അച്ഛൻ ആരാണ്? അപ്പോൾ അല്ലെങ്കിൽ രാജേഷിൻ്റെ ഇപ്പോഴത്തെ അമ്മ ആരാണ്? അത് ഞാനാണ്, ഭവാനി. ഓ, ഈ രാജേഷിൻ്റെ കഴിഞ്ഞ ജന്മത്തെ അമ്മ ആരായിരുന്നു? അത് വേറെ ഏതാണ്ടൊരു രാജേശ്വരി. അതിനു മുമ്പുള്ള ജന്മത്താരായിരുന്നു? അത് വേറൊരു അമ്മയായിരുന്നു. ഇനി ഈ രാജേഷിന് അടുത്ത ജന്മത്തെ അമ്മ ആരാണ്? അത് വേറെ ആരാണ്ട്. അപ്പോൾ ഈ രാജേഷ് ആരാണ്? സത്രം. നിങ്ങളുടെ മോൻ ആരാണ്? സത്രം. നിങ്ങൾ ആലോചിച്ചു നോക്കേ, നിങ്ങളുടെ അച്ഛനെ ഇപ്പോൾ ഒരു പേര് വിളിക്കുന്നു, നിങ്ങളുടെ അച്ഛൻ. ഈ അച്ഛൻ എന്ന് പറയുന്നത് കഴിഞ്ഞ ജന്മത്ത് നിങ്ങളുടെ അച്ഛൻ ആരായിരുന്നു? വേറൊരാൾ. അതിൻ്റെ അമ്മയെ ജന്മത്ത് ആരായിരുന്നു? വേറൊരാൾ. ഇനി അടുത്ത ജന്മത്ത് ആരാണ്? വേറൊരാൾ. ഇപ്പം തക്കാലത്തേക്ക് ഈ ഒരു ജന്മത്ത് നമ്മൾ അച്ഛനെന്ന് വിളിച്ചെന്നേ ഉള്ളൂ. ഈ സത്രം പോലെയാണ്. ഇത് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല, മോക്ഷമായി. അപ്പം നിങ്ങൾക്ക് ഒട്ടൽ കയറുന്നു. മനുഷ്യന് രണ്ട് കാര്യങ്ങളിലാണ്. ഒന്ന് വീടിനോടൊട്ടൽ, രണ്ട് ബന്ധങ്ങളോടൊട്ടൽ. അപ്പോൾ ഈ മക്കളൊക്കെ കഴിഞ്ഞ ജന്മത്തെ അമ്മയെന്ന് വേറെ ആരെയോ വിളിച്ചു, അതിനു മുമ്പ് ആരെയോ വിളിച്ചു, ഇനി ആരെയോ വിളിക്കുന്നു. അപ്പം നമ്മുടെ ബന്ധങ്ങളൊക്കെ സത്രമാണ്. നമ്മൾ താമസിക്കുന്ന വസതിയും സത്രമാണ്. സത്രമല്ലാത്ത ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ, ഗുരുവായൂരപ്പൻ. ആ ഗുരുവായൂരപ്പൻ എന്ത് ചെയ്തിരിക്കുന്നു? ഈ ശ്ലോകത്തിൻ്റെ ആശയം ഒന്നും കൂടെ പറയുകയാണ്. സൃഷ്ടി നടക്കുന്ന സമയത്ത് പുരുഷൻ പ്രകൃതിയെ നോക്കുമ്പോൾ ആ പ്രകൃതിക്ക് രണ്ട് ഭാഗമുണ്ട്. സംശുദ്ധമായ ഭാഗവും അശുദ്ധം മായ. ആ മായ ഗുരുവായൂരപ്പനെ ബാധിച്ചില്ല. സ്വന്തം മഹിമ കൊണ്ട് ഗുരുവായൂരപ്പൻ അതിനെ മറികടന്നു. നിങ്ങൾക്കും അത് മറികടക്കാം. നമ്മൾ അതിന് ചെയ്യേണ്ടത് എന്തുമാത്രം? ഗുരുവായൂരപ്പൻ്റെ ഭക്തിയിലങ്ങ് ആറാടിയാൽ മതി. മനസ്സിലായില്ലേ? അതായത് കയ്യിൽ എണ്ണ പുരട്ടി ചക്കപ്പൂഞ്ഞ് പൊളിക്കുന്നത് പോലെ നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള സൂത്രവാക്യവും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു. അപ്പോൾ ഇന്ന് തൊട്ട് നിങ്ങൾക്ക് മകനോടോ മകളോടോ അമിത സ്നേഹം തോന്നിയാൽ ഇത് വിചാരിച്ചാൽ മതി, സത്രമാണ്. ഇച്ചിരി കഴിഞ്ഞ് അടുത്ത ജന്മത്തിവൻ വേറെ ആരെങ്കിലും പോയി അമ്മ എന്ന് വിളിക്കും, അത്രയേ ഉള്ളൂ. ഇതാണ് മൂന്നാമത്തെ വരിയുടെ അർത്ഥം. മനസ്സിലായില്ലേ? ഗുരുവായൂരപ്പൻ സ്വന്തം മഹിമ കൊണ്ട് പ്രകൃതിയുടെ മായയെ മറികടന്ന്
പ്രകൃതിയിലെ സംശുദ്ധമായ സത്വഗുണം മാത്രം സ്വീകരിച്ച് രൂപം കൊണ്ടതാണ് സാക്ഷാൽ ഗുരുവായൂരപ്പൻ. ഇതുപോലെ നമുക്കും ഗുരുവായൂരപ്പനോടുള്ള ഭക്തി കൊണ്ട് ഇതിനെ മറികടക്കാൻ പറ്റട്ടെ. ഇനി അവസാനത്തെ വരിയിലേക്ക് നമുക്ക് പോകാം. ഇനി നമുക്ക് അവസാനത്തെ വരിയിലേക്ക് വരാം. സാക്ഷാൽ ഗുരുവായൂരപ്പൻ വൈകുണ്ഠനാഥനായതെങ്ങനെ എന്ന് പറയുന്നതാണ് അവസാനത്തെ വരി. വൈകുണ്ഠനാഥനെക്കുറിച്ചുള്ള അർത്ഥം ഞാൻ തുടക്കത്തിൽ തന്നെ എല്ലാവർക്കും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം സാക്ഷാൽ ഗുരുവായൂരപ്പൻ വൈകുണ്ഠനാഥനായതെങ്ങനെ, ആ വൈകുണ്ഠനാഥൻ്റെ മഹിമയാണ് പറയുന്നത്. ആ വരി ശ്രദ്ധിച്ചേ. സത്വം, ആ അവിടുന്ന്, ആര്? പരബ്രഹ്മം. പരബ്രഹ്മത്തെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. സാത്വം, ആ അവിടുന്ന്, ആ പരബ്രഹ്മമായ അവിടുന്ന്, നിശ്ചലനായി ഒരു പ്രവൃത്തിയും ചെയ്യാത്ത അവിടുന്ന്, അതിൻ്റെ ഒറ്റ വാക്ക നിർവ്യാപാരൻ. അപ്പൊ നിർവ്യാപാരനായ അവിടുന്ന്, ധൃത്വാ ധരിച്ചിട്ട്, എന്ത് ധരിച്ചിട്ട്? സംശുദ്ധമായ സത്വഗുണം മാത്രം ധരിച്ചിട്ട്. പ്രകൃതിയിലുള്ള അശുദ്ധ ഗുണത്തെ മാറ്റി സംശുദ്ധമായ സത്വഗുണം മാത്രം ധരിച്ചിട്ട് ദദാസി രൂപം. ആ ദദാസി എന്ന വാക്കിനെ ആ വരിയുടെ അവസാനം കിടക്കുന്ന രൂപവുമായി ചേർത്താണ് വായിക്കേണ്ടത്. ദദാസി രൂപം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകൃതിയിലെ സംശുദ്ധമായ സത്വഗുണം മാത്രം സ്വീകരിച്ചിട്ട് ഭഗവാൻ എന്തു ചെയ്തു? ഒരു രൂപം കൈക്കൊണ്ടു, ഒരു മൂർത്തിയുടെ രൂപം കൈക്കൊണ്ടു. മഹിമ, അദ്ദേഹം അത് കൈക്കൊണ്ടത് സ്വന്തം ഐശ്വര്യങ്ങളുടെ, മഹിമ വിഭവ, സ്വന്തം ഐശ്വര്യങ്ങളുടെ ശക്തി കൊണ്ടാണ് അദ്ദേഹം മായയെ ഒഴിവാക്കി സംശുദ്ധമായ സത്വഗുണം മാത്രമെടുത്ത് ഒരു രൂപം ധരിച്ചത്. ആ രൂപം ധരിച്ചതാണ് ഗുരുവായൂരപ്പൻ. മനസ്സിലായ? ബ്രഹ്മമില്ലേ? ബ്രഹ്മം സൃഷ്ടിയുടെ ഘട്ടത്തില് പുരുഷൻ ഉണർന്നു, പ്രകൃതിയെ നോക്കി. പ്രകൃതിയുടെ മായ പിടിപെടാൻ പോയപ്പം ഗുരുവായൂരപ്പൻ ആ മായയെ അതിജീവിച്ചിട്ട് സത്വഗുണം മാത്രമെടുത്തു. എടുത്തിട്ട് ആ സത്വഗുണം ഒരു മൂർത്തിയുടെ രൂപമങ്ങ് കൈക്കൊണ്ടില്ലേ? പരബ്രഹ്മം ഒരു മൂർത്തിയുടെ രൂപം കൈക്കൊണ്ടിട്ട് ആ മൂർത്തിയുടെ രൂപം ആരായി മാറുന്നു? മഹിമ, സ്വന്തം മഹിമ കൊണ്ട്, വിഭവാകുണ്ഠ, സ്വന്തം മഹിമ കൊണ്ട്, സ്വന്തം ഐശ്വര്യത്തിൻ്റെ ശക്തി കൊണ്ട് ഭഗവാൻ അകുണ്ഠനായി മാറി. അതാണ് മഹിമ വിഭവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ഐശ്വര്യത്തിൻ്റെ ശക്തി കൊണ്ട് അകുണ്ഠ ചേർത്ത് വായിക്കുമ്പോൾ മഹിമ വിഭവാകുണ്ഠ, സ്വന്തം ഐശ്വര്യത്തിൻ്റെ ശക്തി കൊണ്ട് ഭഗവാൻ അകുണ്ഠനായി മാറി. അതായത് എന്താ അകുണ്ഠനായി മാറി എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യർക്കുള്ള തടസ്സങ്ങളോ അപകർഷതാബോധമോ ദുഃഖങ്ങളോ സന്തോഷങ്ങളോ ഒന്നും ബാധിക്കാത്തവനാണ് അകുണ്ഠൻ. അപ്പൊ സ്വന്തം മഹിമ, സ്വന്തം ഐശ്വര്യത്തിൻ്റെ ശക്തി കൊണ്ട് നമ്മുടെ ഗുരുവായൂരപ്പൻ സത്വഗുണങ്ങളൊക്കെ സ്വീകരിച്ചിട്ട് സാധാരണ മനുഷ്യർക്കുള്ള ദുഃഖമോ സങ്കടമോ അപകർഷതയോ യാതൊന്നും ബാധിക്കാത്ത അകുണ്ഠനായി മാറി. അങ്ങനെ അകുണ്ഠനായി മാറി വൈകുണ്ഠനാഥനായ ഗുരുവായൂരപ്പ. അങ്ങനെ അകുണ്ഠനായി മാറിയതുകൊണ്ട് സാധാരണക്കാർക്കുള്ള മായയുടെ ഒരു ദോഷവും ബാധിക്കാത്തവൻ അകുണ്ഠൻ. ആ അകുണ്ഠനായി മാറി വൈകുണ്ഠനാഥൻ എന്നറിയപ്പെട്ട സാക്ഷാൽ ഗുരുവായൂരപ്പ കലിയുഗത്തിലെ ഞങ്ങൾ നയിക്കുന്നു. പറയാണ് ഗുരുവായൂരപ്പൻ വൈകുണ്ഠനാഥനായത് എങ്ങനെയെന്ന് ഭട്ടതിരിപ്പാട് പറയുകയാണ്. പഞ്ചഭൂതങ്ങള് തേജോ വായുവാകാശം, ആ പഞ്ചഭൂതങ്ങളും ഇഷ്ടത്തിനനുസരിച്ച് സഞ്ചരിക്കുന്നതിനെ തടഞ്ഞ് പഞ്ചഭൂതങ്ങളെയും യോജിപ്പിച്ചുകൊണ്ട് വൈകുണ്ഠനാഥൻ എന്ന പേരും പെരുമയും നേടിയ ഗുരുവായൂരപ്പ നമിക്കുന്നു. ഞങ്ങളെ മായയിൽ നിന്ന് മോചിപ്പിക്കൂ, ജനിമൃതികളിൽ നിന്ന് മോചിപ്പിക്കൂ, ജ്ഞാനരൂപിയായി. അങ്ങനെ ജ്ഞാനരൂപിയായത് കൊണ്ട് കുണ്ഠതയില്ലാത്തവനായി മാറി. അങ്ങനെ വൈകുണ്ഠനാഥൻ എന്ന പേരും പെരുമയും നേടിയ ഗുരുവായൂരപ്പ ഞങ്ങളെ രക്ഷിക്കണേ.
ഞങ്ങളാ തൃപ്പാദങ്ങളിൽ വീണ് കിടക്കുകയാണ് കണ്ണാ. പ്രപഞ്ചത്തിലെ സർവ്വ ജീവജാലങ്ങളെയും നിയന്ത്രിക്കുന്നവനെ വികുണ്ഠനെന്ന് വിളിക്കും. അങ്ങനെ സർവ്വ ജീവജാലങ്ങളെയും നിയന്ത്രിച്ച് വികുണ്ഠനായതുകൊണ്ട് വൈകുണ്ഠനാഥൻ എന്ന പേര് നേടി, പെരുമയും നേടി. ഗുരുവായൂർ അമ്പലത്തിലെ ശ്രീകോവിലിനകത്ത് വിലസുന്ന വൈകുണ്ഠനാഥ ഗുരുവായൂരപ്പ നമിക്കുന്നു. ഭഗവാൻ എന്തുകൊണ്ട് വൈകുണ്ഠനാഥനായെന്ന് പറയുകയാണ്, മനസ്സിലായില്ലേ? അതേ കണക്ക് തന്നെ ഭഗവാനെ അജ്ഞാനത്തിനും ദുഃഖത്തിനും അസൂയയ്ക്കും പകയ്ക്കും തിന്മയ്ക്കും ഒന്നും സ്ഥാനമില്ലാത്ത, യാതൊന്നിനും സ്ഥാനമില്ലാത്ത വൈകുണ്ഠനാഥ, ആ വൈകുണ്ഠമെന്ന് പറയുന്ന സ്ഥലം വാഴുന്ന വൈകുണ്ഠനാഥ, അങ്ങയെ ഞങ്ങൾ നമിക്കുന്നു. അങ്ങ് ഗുരുവായൂരപ്പൻ വൈകുണ്ഠനാഥനാണ്. കാരണം വൈകുണ്ഠത്ത് താമസിക്കുകയാണ്. അവിടെ കുണ്ഠിതങ്ങളുള്ള ആരുമില്ല, അവിടെ ഉള്ളവർക്ക് രോഗമില്ല, അവിടെ ഉള്ളവർക്ക് വാർദ്ധക്യമില്ല, അവിടെ ഉള്ളവർക്ക് ദുഃഖമില്ല. അങ്ങനെയുള്ള വൈകുണ്ഠത്ത് താമസിക്കുന്ന വൈകുണ്ഠനാഥ, ഞങ്ങളുടെ പൊന്ന് ശ്രീകൃഷ്ണ, ഞങ്ങളെ മായയിൽ നിന്ന് മോചിപ്പിക്കണേ. ഞങ്ങളെ മായയിൽ നിന്ന് മോചിപ്പിച്ച് ഞങ്ങളെയും വൈകുണ്ഠത്തേക്ക് കൊണ്ടുപോകൂ. ദുഃഖങ്ങളും രോഗങ്ങളും ഇല്ലാത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകൂ. അതല്ലേ നമ്മൾ തിരുപ്പതിയിൽ പോകത്തില്ലേ? അപ്പൊ അവര് പറയുന്ന കേട്ടിട്ടുണ്ട, വൈകുണ്ഠനാഥ ഗോവിന്ദ ഗോവിന്ദ. അവൻ ആർത്ത് വിളിക്കുകയാണ്. ആന്ധ്രയിലൊക്കെ ചെന്നാൽ അവിടുത്തെ ഭക്തർ ആർത്ത് വിളിക്കുകയാണ് രോമാഞ്ചം കൊണ്ട്. വൈകുണ്ഠനാഥ ഗോവിന്ദ ഗോവിന്ദ വിളിക്ക്. നിങ്ങളുടെ വീട്ടിൽ ആരോ ഇരിക്കട്ടെ, എഴുന്നേക്ക് അമ്മമാരെ, ആ ഇരിപ്പടത്തിൽ നിന്ന് എഴുന്നേക്ക്. ഗുരുവായൂരപ്പനെയാണ് വിളിക്കുന്നത്. എന്തിന് നാണിക്കുന്നു, എന്തിന് നാണിക്കുന്നു? കയ്യിലെ ഓരോ രോമകൂപങ്ങളും എഴുന്ന് നിൽക്കത്തക്ക വണ്ണം ആ ബ്രഹ്മത്തെ വിളിക്കമ്മമാരെ, വിളിക്കച്ഛന്മാരെ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ആ ബ്രഹ്മത്തെ വിളിക്ക്. വൈകുണ്ഠനാഥ ഗോവിന്ദ ഗോവിന്ദ, വൈകുണ്ഠനാഥ ഗോവിന്ദ ഗോവിന്ദ, വൈകുണ്ഠനാഥ ഗോവിന്ദ ഗോവിന്ദ. അമ്മമാരെ, അച്ഛന്മാരെ, ഓരോ രോമകൂപങ്ങളും എഴുന്ന് നിൽക്കുന്ന വിധം വിളിക്ക്. വൈകുണ്ഠനാഥ ഗോവിന്ദ ഗോവിന്ദ. അവരാർത്തു പാടുന്നത് കണ്ടിട്ടില്ലേ? ഗോവിന്ദ ബോലോ ഹരി ഗോപാല ബോലോ, ഗോവിന്ദ ബോലോ ഹരി ഗോപാല ബോലോ, രാധ രമണ ഹരി ഗോപാല ബോലോ, ഗോവിന്ദ ബോലോ ഹരി ഗോപാല ബോലോ, ഗോവിന്ദ ബോലോ ഹരി ഗോപാല ബോലോ, രാധാ രമണ ഹരി ഗോപാല ബോലോ. ബോലോ ബോലോ പാടിക്കൊള്ളൂ. ഗുരുവായൂരപ്പനാണ്, സാക്ഷാൽ ഗുരുവായൂരപ്പനാണ്. പാടിക്കൊള്ളൂ. ഗോവിന്ദ ബോലോ ഹരി ഗോപാല ബോലോ, ഗോവിന്ദ ബോലോ ഹരി ഗോപാല ബോലോ, രാധാ രമണ ഹരി ഗോപാല ബോലോ, ഗോവിന്ദ ബോലോ ഹരി ഗോപാല ബോലോ, രാധാ രമണ ഹരി ഗോപാല ബോലോ. അമ്മമാരെ, നൃത്തം ചവിട്ടൂ. നമ്മുടെ ഗോവിന്ദന്റെ നാമം, നമ്മുടെ ഗുരുവായൂരപ്പന്റെ നാമം, ആ നാമം ചൊല്ലി നൃത്തം ചവിട്ടൂ. എന്തിനു മടിക്കുന്നു? ഗോവിന്ദ ബോലോ ഹരി ഗോപാല ബോലോ, ഗോവിന്ദ ബോലോ ഹരി ഗോപാല ബോലോ, രാധാ രമണ ഹരി ഗോപാല ബോലോ, രാധാ രമണ ഹരി ഗോപാല ബോലോ. ബോലോ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹ. ഗുരുവായൂരപ്പ രക്ഷിക്കണേ.